ഹായ് ഡിയർ മക്കളെ, വെൽക്കം ടു വൈറസ് ലേണിംഗ് അക്കാഡമി. ഇസ് മീ അനന്തു. എടാ മക്കളെ, മെട്രിക്സ് എന്ന് പറയുന്ന ചാപ്റ്ററിന്റെ പ്രീവിയസ് ഇയർ ഓണം ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ലൈവായിട്ടാണ് ഡിസ്കസ് ചെയ്തത്. കാണാത്തവരുണ്ടെങ്കിൽ അത് പോയി കാണാം. സോ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ വർഷത്തെ 2024 ഓണം എക്സാമിന് ചോദിച്ച ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിനകത്തുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ട് ഇത്തവണത്തെ ഓണം എക്സാം നിങ്ങൾക്ക് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും. കാരണം ഇതേ മോഡൽ ക്വസ്റ്റ്യൻസ് മാത്രമേ ചോദിക്കത്തുള്ളൂ. അപ്പോൾ ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ചെയ്യുന്നതിന്റെ ഗുണം, സ്കൂളിലെ ടീച്ചേഴ്സാണ് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നത്, അതുകൊണ്ട് സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് തന്നെ വരാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ അതേ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ നിങ്ങൾക്ക് തരാം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്തായാലും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എപ്പോഴും വർക്കൗട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നല്ലതാണ്. അതുകൊണ്ടാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമായിട്ട് വന്നിരിക്കുന്ന മക്കളെ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. ഒരു റിവിഷനും കൂടിയാകും ഈ ചാപ്റ്ററിന്റെ. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിനകത്ത് ജസ്റ്റ് ഞാൻ അതിൻ്റെ ബേസിക് സംഭവം ഒന്ന് ജസ്റ്റ് നിങ്ങളോട് പറയുവാണ്, ഇതറിയാൻ വയ്യാത്ത കുട്ടികൾക്ക് വേണ്ടി. ഡിറ്റർമിനൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ മെട്രിക്സ് എഴുതണ പോലെ ഇങ്ങനത്തെ ഒരു ബ്രാക്കറ്റിനകത്താണ് എഴുതുന്നത്. അകത്തി എഴുതും. ഇവിടെ ഇപ്പോൾ 5, ഇവിടെ -3, ഇവിടെ 2, ഇവിടെ 7. ഇത് 2/2 ഡിറ്റർമിനൻ്റ് ആണ്. ഇതിനൊരു വാല്യൂ നമുക്ക് ഉണ്ടാവും. മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇത്ര എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഡിറ്റർമിനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു വാല്യൂ, ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ, എന്തെങ്കിലും ഒരു വാല്യൂ നമുക്ക് കിട്ടും. അതെങ്ങനെ കണ്ടുപിടിക്കണം എന്ന് നോക്കിക്കോണേ. ഡിറ്റർമിനൻസ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ മക്കളെ, ഡയഗണൽസ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക ആദ്യം, അതിനുശേഷം ഈ ഡയഗണൽസ് നമ്മൾ ഇൻഡ്യൂസ് ചെയ്യുക. ആദ്യം എങ്ങനെയാണ്? ആദ്യം നിങ്ങൾ ഇൻഡ്യൂസ് ചെയ്യേണ്ടത് ഇവ തമ്മിലാണ്. ഓക്കെ, അതിനുശേഷം വേണം ഇവ തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യുക. സിമ്പിൾ പരിപാടിയാണ്. ഡിറ്റർമിനൻസ് എടുക്കേണ്ടത് എപ്പോഴും അങ്ങനെയാണ്. ഞാൻ പറയുന്ന പോലെ ചെയ്യാം മക്കളെ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ കാണിച്ചു തരാം മക്കളെ. 5 × 7 എന്നിട്ട് മൈനസ് ഇട്ടിട്ട് വേണം അടുത്ത തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ. എപ്പോഴും അങ്ങനെ തന്നെയാണ്. 5 × 7 മൈനസ് 2 × -3. സോ നമുക്ക് കിട്ടും 5 × 7 35 മൈനസ് 2 × 3 എന്ന് പറയുമ്പോൾ -6 സോ ഇത് 35 പ്ലസ് 6 എന്ന് വരും. സോ 41 ആണ് നമ്മുടെ ആൻസർ. ഇതാണ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാനുള്ള ബേസിക് ഐഡിയ. ഓക്കെ ആണല്ലോ മക്കളെ? കാൽക്കുലേറ്റർ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതുകൊണ്ട് ഈ സ്റ്റെപ്പ് വരുമ്പോൾ തന്നെ തെറ്റിപ്പോകാതിരിക്കാൻ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റെപ്പ് മൊത്തം കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കാം. ഓക്കെ, ബ്രാക്കറ്റ് ഇടുക, 5 × 7 അടിക്കുക, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, മൈനസ് ഇടുക, വീണ്ടും ബ്രാക്കറ്റ് ഇടുക, 2 × -3 അടിക്കുക. സോ സിമ്പിളായിട്ട് 41 എന്ന് കിട്ടും. തെറ്റിച്ച് കളയാതിരിക്കാൻ വേണ്ടിയാണ് കാൽക്കുലേറ്റർ യൂസ് ചെയ്യാം എന്ന് ഞാൻ പറയുന്നത്. അല്ലെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് ചെയ്ത് ആൻസർ കണ്ടുപിടിക്കുക. കണ്ടല്ലോ? അപ്പോൾ ഈ ഡയഗണൽ തമ്മിൽ അത് ഇൻഡ്യൂസ് ചെയ്യുക, അതിനുശേഷം ഈ ഡയഗണൽ തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യുക. തമ്മിൽ മൈനസ് ആണ് ചെയ്യേണ്ടത്. ഇതാണ് ഡിറ്റർമിനൻസിന്റെ ബേസിക് ഐഡിയ. ഓക്കെ ആണല്ലോ? ഈ ഒരു സംഭവം മാത്രം അറിഞ്ഞാൽ മതി. ബാക്കി കൺസെപ്റ്റൊക്കെ നല്ല കിഡിലിനായിട്ട് ചെയ്തു പോവാം. മക്കൾ ഇവിടെ നോക്കിയേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇഫ് x to 18x equal to 6 to 18 6 then the value of x, ന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് മൾട്ടിപ്പിൾ ചോയ്സ് ആയിട്ടാണ് തന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ മെട്രിക്സിനകത്ത് എഴുതുന്ന പോലെ മക്കൾ ഇവിടെ ഡയറക്റ്റ് എടുത്തേ എക്സിന്റെ നേരെ കിടക്കുന്ന 6 എന്ന് എഴുതി വെക്കും. x = 6 എന്ന് എഴുതി വെച്ച് നമ്മൾ ഈ 6 അങ്ങ് ടിക്ക് ചെയ്യും. തെറ്റിക്കാൻ വേണ്ടിയാണ് അവർ ആ ഓപ്ഷൻസ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മക്കളെ, മെട്രിക്സിനകത്ത് ഇക്വേറ്റ് ചെയ്യുന്ന പോലെ ഡിറ്റർമിനൻസിനകത്ത് ഇക്വേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട കാര്യമാണ്, മെട്രിക്സിനകത്ത് ഇക്വേറ്റ് ചെയ്യണ പോലെ ഫസ്റ്റത്തെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്ന പോലെ ഡിറ്റർമിനൻസിനകത്ത് ഇക്വേറ്റ് ചെയ്താൽ തെറ്റും. അതുകൊണ്ട് ഇങ്ങനത്തെ 2-3 ക്വസ്റ്റ്യൻ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ തന്നെ തെറ്റിക്കാതെ ചെയ്തോണം. ഇത് ചെയ്യേണ്ടത് ഇങ്ങനെയല്ല. ഇപ്പോഴേ മനസ്സിലേക്ക് എത്തിക്കോ, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. എങ്ങനെയാണ് ചെയ്യേണ്ടത്? നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കണം എങ്ങനെയാടാ? ഇത് തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യാം, മൈനസ് ഇത് തമ്മിൽ ഇൻഡ്യൂസ് ചെയ്യാം. അതേ മോഡൽ തന്നെ ഏത് ക്വസ്റ്റ്യൻ ഡിറ്റർമിനന്റ് വന്നാലും ചെയ്യാവുള്ളൂ. കേട്ടല്ലോ? അപ്പൊ എന്ത് ചെയ്യണം? ആദ്യം x × x എന്ത് വരും? എ പാർട്ടിന്റെ ആൻസർ നമുക്ക് എഴുതാം. x × x x² അല്ലേ? യെസ്, x² എന്നിട്ട് മൈനസ് ഇടുക. 18 × 2 36. അതേപോലെ ഇപ്പുറത്തും ഈക്വൽ ടു ഇട്ടു, ഇപ്പുറത്തും 6 × 6 36 മൈനസ് ഇട്ടു. 18 × 2 36. സോ എന്ത് വരും? x² മൈനസ് 36. 36 ന്ന് 36 കുറച്ചാൽ 0. ഈ -36 അപ്പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ആൻസർ ആവും x² = +36 എന്ന് കിട്ടും. മക്കളെ x² 36 ആണെങ്കിൽ x എത്രയാടാ?
എക്സ് എന്ന് പറയുമ്പോൾ √36 എന്ന് എഴുതി വെച്ചാൽ പോരാ. അതൊക്കെ നേരത്തെ പണ്ട് കൊച്ചിലെ ക്ലാസ്സിൽ മാത്രം ഇങ്ങനെ റൂട്ട് മാത്രമേ എഴുതാവുള്ളൂ. പക്ഷെ നിങ്ങൾ 10ാം ക്ലാസ് കഴിഞ്ഞതിന് ശേഷം +1 +2 നിങ്ങൾ വരുമ്പോഴത്തേക്ക് നിങ്ങൾ മസ്റ്റ് ആയിട്ട് റൂട്ടിന് മുമ്പ് +or- ഇടണം. കാരണം എന്താ, റൂട്ട് വാല്യൂസ് എന്ന് പറയുമ്പോൾ 2 വാല്യൂസ് കിട്ടും അല്ലേ. അപ്പോൾ അതുകൊണ്ട് +or- ഇടാൻ മറക്കരുത്, മറന്നു കഴിഞ്ഞാൽ തെറ്റും. അപ്പോൾ x² 36 ആണെങ്കിൽ എക്സ് √36 എന്നല്ല, +or- √36. സോ ആൻസർ എന്ത് വരും? +or- എത്രയാണ്? 6. സോ നമ്മുടെ ആൻസർ x = +or- 6 എന്ന് വരും. ഓക്കെ അല്ലേടാ മക്കളെ? സിമ്പിൾ ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്, സിമ്പിൾ പരിപാടി. ഓക്കെ, കാണാലോടാ. x = 6 എന്ന് കിട്ടും, +or- 6 എന്ന് കിട്ടും. യെസ്, x = +or- 6. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫൈൻഡ് ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഹൂസ് വെർട്ടിസസ് ആർ. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാവുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട് ഡിറ്റർമിനൻസിൽ. എന്താണ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ? അറിയാമെങ്കിൽ ഇപ്പോഴേ പഠിച്ചോണം. ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ ബി പാർട്ടാണ്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് മക്കളെ, ഏരിയ = ½ ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഓക്കെ അല്ലേ? ഡിറ്റർമിനകത്ത് ഏരിയ കണ്ടുപിടിക്കാൻ, ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ് ½ x1 y1 1 x2 y2 1 x3 y3 1. ഹാഫ് BH എന്ന് പഠിച്ചിട്ടില്ലേ? അതേപോലെ തന്നെ ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റിന് പകരം ഈ ഡിറ്റർമിനന്റ് ആണ്. അപ്പൊ ഈ x1 y1 x2 y2 എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? ഞാനൊരു ട്രയാങ്കിൾ വരച്ചിവിടെ കാണിച്ചു തരാം. ട്രയാങ്കിളിന്റെ ഓരോ വെർട്ടിസസ് ആണ് മക്കളെ ഇവിടെ. എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിസസ് ആണ് x1 y1, ഈ ഒരു പോയിന്റ് ആണ് x2 y2, ഈ ഒരു പോയിന്റ് ആണ് x3 y3 എങ്കിൽ 3 പോയിന്റ്സ് ആയിട്ടുണ്ടെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പൊ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞിരിക്കണേ? 3 പോയിന്റ്സ് ആയിട്ടുണ്ട്. 3 8 -4 2 5 1. ഞാനിത് ഇവിടെ എടുത്തെഴുതാം. 3 8 നമുക്കിവിടെ ഇതൊന്ന് മായച്ചിട്ട് ഇവിടെ എടുത്തെഴുതാം. ഇഷ്ടമുള്ള പോയിന്റ്സ് നമുക്ക് അടയാളപ്പെടുത്താം. സോ ഇത് 3 8, അടുത്തത് -4 2 -4 2, അടുത്തത് 5 1 അല്ലേ. സോ നമുക്ക് ഇഷ്ടമുള്ള x1 y1 എടുക്കാം. സോ ഇത് x1, ഇത് y1, ഇത് x2, ഇത് y2, ഇത് x3, ഇത് y3. നേരെ ഇങ്ങോട്ട് എടുത്ത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്താം. എന്ത് പരിപാടി ഇത്? ½ x1 y1 എന്ന് പറയുമ്പോൾ 3 8 1, അടുത്തത് -4 2 1, അടുത്തത് 5 1 1. 1 എപ്പോഴും ലാസ്റ്റ് നമ്മുടെ ഇക്വേഷനകത്ത് 1 ആണ് കേട്ടോ. അപ്പൊ ഇക്വേഷൻ നിങ്ങളുടെ മനസ്സിലേക്ക് കയറിക്കണം മക്കളെ. ഏരിയ = ½ ഇൻറ്റു x1 y1 1 x2 y2 1 x3 y3 1. ഇങ്ങനെ മനസ്സിൽ കിടന്നോണം. എന്താണ്? ½ ഇൻറ്റു ഡിറ്റർമിനന്റ് x1 y1 1 x2 y2 1 x3 y3 1. ഓക്കെ ആണല്ലോ? നേരെ നമുക്ക് ആ വാല്യൂ ഇട്ട് കൊടുത്തു. സിമ്പിൾ ആയിട്ട് ആൻസർ കണ്ടുപിടിക്കാം. ബാക്കി ഡിറ്റർമിനന്റ് എടുക്കാൻ നിങ്ങൾക്ക് അറിയാൻ മേലെ. നമുക്കിവിടെ 2/2 ഡിറ്റർമിനന്റ് എടുക്കുന്ന കാര്യം ഞാൻ ഇവിടെ ആദ്യം പറഞ്ഞു തന്നല്ലേ. 3/3 ഡിറ്റർമിനന്റ് എടുക്കണം എങ്ങനെയാണ്? ഇവിടെ നോക്കിയോ. 3/3 ഡിറ്റർമിനന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ഇതിന്റെ ആൻസർ അങ്ങനെ കണ്ടുപിടിക്കും. അപ്പൊ ½ ഞാൻ അതേപോലെ തന്നെ ഇടുന്നു, എന്നിട്ടൊരു ബ്രാക്കറ്റ് ഇടുന്നു. ഡിറ്റർമിനന്റ് എടുക്കണം എങ്ങനെയാന്ന് നോക്കിക്കോണേ. 3/3 ഡിറ്റർമിനന്റ് എടുക്കേണ്ടത് മക്കളെ ആദ്യം തന്നെ ഓർത്തോണം. ഫസ്റ്റത്തേന്റെ പൊസിഷൻ പ്ലസ് ആണ്, രണ്ടാമത്തേന്റെ മൈനസ് ആണ്, മൂന്നാമത്തേന്റെ പ്ലസ് ആണ്. എപ്പോഴും അതങ്ങനെ തന്നെയാണ്, ഓർത്തിരുന്നോണം. ഫസ്റ്റത്തെ പൊസിഷന് പ്ലസ് മൈനസ് പ്ലസ്. ഏത് റോ വെച്ച് വേണമെങ്കിലും ഏത് കോളം വെച്ച് വേണമെങ്കിലും നമുക്ക് ഓപ്പൺ ചെയ്യാം. അതിനനുസരിച്ച് അതിന്റെ പൊസിഷൻ സൈൻ മാറും. പക്ഷെ നിങ്ങൾക്ക് വേണ്ടി ഞാൻ പറയുന്നത് ഈ ഒരു ഫസ്റ്റ് റോ വെച്ച് തന്നെ ഓപ്പൺ ചെയ്താൽ മതി, തെറ്റത്തില്ല. ഓക്കെ അല്ലേ? അപ്പോൾ എപ്പോഴും പ്ലസ് മൈനസ് പ്ലസ് ആണെന്ന് ഓർത്തിരിക്കുക. എന്ന് പറഞ്ഞാൽ പ്ലസ് ഇട്ടതിന് ശേഷം, പ്ലസ് നമ്മൾ ആദ്യം ഇടാറില്ല, +3. അപ്പൊ ഇവിടെ 3 എന്ന് എഴുതി. +3 ആണ്. ഞാൻ പ്ലസ് ഇട്ടില്ല, കാരണം പ്ലസ് നമ്മൾ ആദ്യം ഇടാറില്ലല്ലോ. 3 കഴിഞ്ഞിട്ട് ഡിറ്റർമിനന്റ്, പിന്നെ 2/2 ഡിറ്റർമിനന്റ് ആണ്. അത് നമുക്ക് ഫില്ല് ചെയ്യാം. അവിടെ നിൽക്കട്ടെ. അടുത്തത് മൈനസ് ഇട്ടതിന് ശേഷമേ അടുത്ത വാല്യൂ ഇടാവുള്ളൂ. അപ്പൊ മൈനസ് ഇട്ടതിന് ശേഷം 8. ഓക്കെ. പിന്നെ അടുത്തത് പ്ലസ് ഇട്ടതിന് ശേഷമേ അടുത്ത് ഇടാവുള്ളൂ. എന്ന് പറഞ്ഞാൽ +1 കഴിഞ്ഞിട്ട് ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യുക. 2/2 ഡിറ്റർമിനന്റ് ആണ്. ഓക്കെ ആണല്ലോ? ഇനി ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാം. എന്ന് പറഞ്ഞാൽ മക്കളെ 3 ആണ് എടുത്തിരിക്കണമെങ്കിൽ 3 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. ബാക്കിയുള്ള ആൾക്കാരെ പെറുക്കി എഴുതുക. എന്താണ്? 2 1 1 1. അതാണ് നമ്മുടെ
2/2 ഡിറ്റർമിനന്റ് 2 1 1 1. അടുത്ത മൈനസ് ഇട്ട ശേഷം 8 എഴുതി. അപ്പൊ 8 ഇരിക്കുന്ന റോയും കോളവും നമുക്കങ്ങ് കളയുക. അത് നിങ്ങളെ പെൻസിൽ വെച്ചോ പേന വെച്ചോ ഇങ്ങനെ മറച്ചെഴുതിയാൽ മതി, തെറ്റത്തില്ല. -4 1 5 1 അല്ലെ, -4 1 5 1. നെക്സ്റ്റ് 1 ആണ്, ഈ ലാസ്റ്റത്തെ ആളാണ്. ലാസ്റ്റത്തെ ആളിരിക്കുന്ന റോയും കോളവും കളയുക. -4 2 5 1 -4 2 5 1. സിമ്പിൾ പരിപാടിയാണ്. ബാക്കി പരിപാടി നിങ്ങൾക്ക് അറിയാലോ. മെട്രിക്സ് ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യാൻ അറിയാലോ. 2/2 ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യാൻ നമ്മൾ പഠിച്ചില്ലേ, അതേപോലെ അങ്ങ് ചെയ്തോ. പുറത്തൊരു ഹാഫ് കിടപ്പുണ്ട് മക്കളെ. 3 ഇൻറ്റു ഇതെന്ത് വരുവാടാ, 2 ഇൻറ്റു 1 2 മൈനസ് 1 ഇൻറ്റു 1 1. ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് കാൽക്കുലേറ്റർ അടിച്ചു കൊടുക്കുകയോ മനസ്സിൽ ചെയ്യുകയോ ചെയ്യാം. അപ്പൊ ഇത് എന്ത് വരും, 2 മൈനസ് 1. 2 മൈനസ് 1 എത്രയാണ്, അത് 1 വരും. അടുത്ത -8 ഇൻറ്റു ഇതെന്ത് വരുവാടാ, -4 ഇൻറ്റു 1 -4 -5 ഇൻറ്റു 1 5. അപ്പൊ -4ഉം -5ഉം കൂടെ ചേരുമ്പോൾ എന്ത് വരും, -9. ഓക്കെ അല്ലേ. നെക്സ്റ്റ് +1 ഇൻറ്റു -4 ഇൻറ്റു 1 -4 മൈനസ് ഇടുക, 5 ഇൻറ്റു 2 10 -4ഉം -10ഉം -14. യെസ്, വളരെ സിമ്പിൾ അല്ലേ. ഇതെന്ത് വരും, ഇതിന്റെ ആൻസർ ഹാഫ് ഇൻറ്റു, ഇതൊക്കെ കാൽക്കുലേറ്ററിൽ ഇതേപോലെ തന്നെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഞാൻ ഈ കാൽക്കുലേറ്റർ എന്ന് പറയുന്നത് എന്തായാലും കയ്യിലുള്ള കൊണ്ടാണ്, അത് യൂസ് ചെയ്യാൻ വേണ്ടിയല്ല നമ്മൾ കൊണ്ടുപോകുന്നത്. സോ അതിനകത്ത് ഇട്ട് കൊടുത്താൽ ഡയറക്റ്റ് ആയിട്ട് തെറ്റാതെ ആൻസർ കിട്ടും. അപ്പോൾ ഹാഫ് ഇൻറ്റു ഇതെന്ത് വരുവാടാ, 3 ഇൻറ്റു 1 3 പ്ലസ് 72 മൈനസ് 14. സോ 72ഉം 3ഉം 75. 75 10 കുറച്ചാൽ 65, 4 കുറച്ചാൽ 61. സോ ഇത് ഹാഫ് ഇൻറ്റു 61 എന്ന് വരും. അപ്പൊ നമ്മുടെ ആൻസർ 61/2 സ്ക്വയർ യൂണിറ്റ്സ്. ഏരിയ ആയതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ ആകാം, മീറ്റർ സ്ക്വയർ ആകാം, എന്ത് വേണേ ആകാം. അതുകൊണ്ടാണ് സ്ക്വയർ യൂണിറ്റ്സ് എന്ന് എഴുതിയത്. ഇതിനെ വേണമെങ്കിൽ 30.5 എന്ന് എഴുതിയാലും നോ പ്രോബ്ലം. ഡെസിമിലിറ്റ് എഴുതാം, ഡെസിമിലിറ്റ് എഴുതിയില്ലെങ്കിലും കറക്റ്റ് ആണ്. 61.5 എന്ന് കിട്ടും നമ്മുടെ ഏരിയ. സിമ്പിൾ അല്ലേ മക്കളെ. സോ ഏരിയ കണ്ടുപിടിക്കാനുള്ള ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഇത്തവണ കാണാം. ഓക്കെ, ടീച്ചേഴ്സ് എന്തായാലും മസ്റ്റ് ആയിട്ട് ഇടും. അപ്പൊ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആദ്യം തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ ഏത് വേണമെങ്കിലും ഏത് നമ്പർ വേണമെങ്കിലും ചോദിച്ചോട്ടെ മക്കളെ, ഡയറക്റ്റ് ആയിട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ചുമ്മാ നമുക്ക് ഡിറ്റർമിനന്റ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ നമ്മുടെ ആൻസറിലേക്ക് എത്താം. ഓക്കെ, സിമ്പിൾ. നെക്സ്റ്റ് അടുത്തതേ സിമ്പിൾ ആയിട്ടുള്ള പരിപാടിയാണ്. എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ്, നേരത്തെ ഇതുപോലെ തന്നെ. മക്കളെ പെട്ടെന്ന് നിങ്ങൾക്ക് ചെയ്യാലോ. വീഡിയോ ഒന്ന് പോസ്റ്റ് ആക്കി വെച്ചിട്ട് ഒന്ന് എഴുതി നോക്കുക, എത്ര പേർക്ക് ശരിയാവും നോക്കാം. എന്തുവരോടാ, ഡയറക്റ്റ് 6 എന്ന് എഴുതുവോ? ഇല്ല, നമുക്ക് ഓപ്പൺ ചെയ്യണമെങ്കിൽ ഡിറ്റർമിനന്റ് ഓപ്പൺ ചെയ്യണം അല്ലെ. എക്സ് ഇൻറ്റു എക്സ് എക്സ് സ്ക്വയർ. സോ ഫസ്റ്റ് പാർട്ട് നമുക്ക് എഴുതാം, എക്സ് സ്ക്വയർ മൈനസ് 3 ഇൻറ്റു 1 3 ഈക്വൽ ടു അപ്പുറത്തെ ഡിറ്റർമിനന്റ് ഇതേപോലെ ഓപ്പൺ ആക്കുക, 6 ഇൻറ്റു 1 6 മൈനസ് 2 ഇൻറ്റു 0 0. സോ ഇത് എക്സ് സ്ക്വയർ -3, 6 0 കുറച്ചാൽ 6 തന്നെ, -3 അപ്പുറത്തേക്ക് എടുക്കുമ്പോൾ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 6 + 3 എന്ന് കിട്ടും. സോ എക്സ് സ്ക്വയർ 9 കിട്ടും. അപ്പോൾ എക്സ് എന്ത് കിട്ടൂടാ, +or- √9. √9 എത്രയാണ്, +or- √9 എന്ന് പറഞ്ഞാൽ 3. സോ ആൻസർ എന്ത് കിട്ടി, +or- 3 എന്ന് കിട്ടി നമ്മുടെ ആൻസർ. +or- 3 ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. സിമ്പിൾ അല്ലേ. ആ +or- ഇടാതെ പോയ തെറ്റിയില്ലേ. യെസ്, അതാണ് കറക്റ്റ് ആയിട്ട് പഠിച്ചുകൊണ്ട്. ഇതൊക്കെ പ്രീവിയസ് ഇയർ ആയിട്ട് പല ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ മക്കളെ. നോക്കിക്കോണേ. നെക്സ്റ്റ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ആണ് മക്കളെ, നിങ്ങൾക്ക് തന്നെ ചെയ്തോണം. തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, സിമ്പിൾ ആയിട്ട് ചെയ്യാലോ. ആദ്യം തന്നെ നമുക്ക് ഇക്വേഷൻ എഴുതാം, ഇതും കൂടെ നമുക്ക് എഴുതാം. ബി പാർട്ട് എൻ്റെ കൂടെ തന്നെ എഴുതിക്കോ എല്ലാവരും. ഏരിയയുടെ ഇക്വേഷൻ എഴുതുക. എന്ത് വരും, ഹാഫ് x1 y1 1. ആ ഒരു ഇത് മനസ്സിൽ കിടന്നോണം. x2 y2 1. അടുത്തത് x3 y3 1. യെസ്. നെക്സ്റ്റ് 1 0 6 0 4 3. അതേപോലെ തന്നെ എഴുതി. ഹാഫ് ഇൻറ്റു 1 0 1 പിന്നെ 6 0 1 4 3 1 4 3 1. ഓപ്പൺ ചെയ്യാലോ മക്കളെ, സിമ്പിൾ ആയിട്ട് ഓപ്പൺ ചെയ്യാം. ഹാഫ് ഇൻറ്റു ഫസ്റ്റ് ഇവിടെ പ്ലസ് മൈനസ് പ്ലസ്. സെക്കൻഡ് കുഴപ്പമില്ല, കാരണം -0 ആണ് ഇവിടെ.
ഈ ഒരു ടേം. അതുകൊണ്ട് 0 എന്ത് വന്നാലും 0ആണ്. അത് എഴുതിയില്ലെങ്കിലും പ്രശ്നമില്ല. നമുക്ക് എന്തായാലും എഴുതി തന്നെ പോവാം. ആദ്യത്തെ 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളവും ഒഴിവാക്കിയിട്ട് വേണം എഴുതാൻ. മൈനസ് 0 ഇൻറ്റു എന്ത് വന്നാലും 0, അത് നോക്കേണ്ട കാര്യമുണ്ടോ? അത് എഴുതേണ്ട കാര്യമുണ്ടോ? ഇല്ല. കാരണം 0 ഇൻറ്റു എന്ത് വന്നാലും അത് 0 ആണ്. അത് എഴുതേണ്ട കാര്യമില്ല. 0 എന്ന് എഴുതിയാൽ മതി. പ്ലസ് 1 ഇൻറ്റു നമുക്ക് നോക്കാം എന്ത് വരും. ഫസ്റ്റത്തത് 1 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. ബാക്കി 0, 1, 3, 1. സോ 0, 1, 3, 1. സിമ്പിൾ. നെക്സ്റ്റ് 0യുടെ ആ പൊസിഷൻ നമ്മൾ കളഞ്ഞു. ബാക്കി അടുത്തത് 1ന്റെ 6, 0, 4, 3. 6, 0, 4, 3. ഓക്കെ അല്ലേ? ഓപ്പൺ ആക്കണം മക്കളെ. എന്ത് വരും? ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് എന്ത് വരും നോക്കാം. യെസ്, നമുക്ക് ഹാഫ് ഇൻറ്റു ഹാഫ് ഇടാൻ മറക്കല്ലേ. ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു മക്കളെ ഇവിടെ എന്ത് വരും? 0 ഇൻറ്റു 1 0 മൈനസ് 3 ഇൻറ്റു 1 3. അപ്പൊ 0 മൈനസ് 3 എന്ന് പറയുമ്പോൾ -3 വരും. നെക്സ്റ്റ് -0. ഇത് 0 തന്നെയാണ്. 0 എഴുതിയില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്ത പ്ലസ് 1 ഇൻറ്റു ഇവൻ എന്ത് വരും? 6 ഇൻറ്റു 3 18 മൈനസ് 4 ഇൻറ്റു 0 0. അപ്പൊ 18 മൈനസ് 0 എന്ന് പറഞ്ഞാൽ 18 തന്നെ. അപ്പോൾ ഇതിന്റെ ആൻസർ ഹാഫ് ഇൻറ്റു 1 ഇൻറ്റു -3 പ്ലസ് 18 ഇൻറ്റു 1 18. 18 ന്ന് 3 കുറച്ചാൽ 15 കിട്ടും. സോ ആൻസർ 15/2 സ്ക്വയർ യൂണിറ്റ്സ്. ഐഡിയ കിട്ടിയല്ലോടാ. ഏത് ക്വസ്റ്റ്യൻ വന്നാലും ചെയ്യാലോ. നമ്പർ മാറ്റി മാത്രമേ വരത്തുള്ളൂ. സെയിം സ്റ്റെപ്പ്, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ മക്കളെ? അപ്പൊ വീഡിയോ പോസ് ആക്കിയിട്ട് ചെയ്ത മക്കൾക്ക് കറക്റ്റ് ഉത്തരം കിട്ടിയിട്ടുണ്ടെങ്കിൽ ഓർത്തോ, യെസ് നമ്മൾ പഠിച്ചു. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം ഓരോ സാധനവും പഠിച്ചു പോകാൻ. അപ്പൊ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ കാര്യം കൺസെപ്റ്റ് മനസ്സിലായല്ലോ. യെസ്, നെക്സ്റ്റ് സിമ്പിൾ കൺസെപ്റ്റ് ആണ്. ഷോ ദാറ്റ് ഡിറ്റർമിന്റ് 3a = 9 ഇൻറ്റു ഡിറ്റർമിന്റ് എന്ന് തെളിയിക്കണം. 2/2 ഡിറ്റർമിന്റ് ആണ്. ചെയ്യാൻ വലിയ പാടൊന്നുമില്ല. അപ്പൊ ആദ്യം നമുക്ക് LHS RHS കണ്ടുപിടിക്കാം. ഇത് LHS, ഇത് RHS സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് എഴുതാം. ഞാൻ രണ്ടായിട്ട് എഴുതിയിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. സോ ആദ്യം നമുക്ക് LHS ലെഫ്റ്റ് ഹാൻഡ് സൈഡ് നമുക്ക് കണ്ടുപിടിക്കാം. അതിനുശേഷം RHS കണ്ടുപിടിക്കാം. മക്കളെ ഫസ്റ്റ് എന്താ നമ്മളോട് പറഞ്ഞ് 3a ഡിറ്റർമിനന്റ്. അപ്പൊ നമുക്ക് 3a വേണ്ടേ? ഇവിടെ a തന്നിട്ടുള്ളൂ അല്ലേ? അപ്പൊ 3a കണ്ടുപിടിക്കണം. 3a എന്ന് പറയുമ്പോൾ എന്താടാ? a-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 3a a-നെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് പറയുമ്പോൾ a ഇവിടെ കിടപ്പില്ലടാ. ഇതിനെ 3 കൊണ്ട്, എല്ലാത്തിനെയും 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് 3a കിട്ടും. എല്ലാത്തിനെയും 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുക, വളരെ എളുപ്പമുള്ള പരിപാടി. അപ്പൊ 3 ഇൻറ്റു 3 9. അടുത്ത് ഇതേ ഇൻറ്റു 3 -6. സോ ഇതേ ഇൻറ്റു 3 12. അടുത്തത് ഇതേ ഇൻറ്റു 3 6. യെസ്, അത് കഴിഞ്ഞു. 3a കഴിഞ്ഞു. പക്ഷെ 3a മെട്രിക്സ് ആണ് നമ്മൾ എഴുതിയത് അല്ലേ? അതിന്റെ ഡിറ്റർമിനന്റ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഡിറ്റർമിനന്റ് 3a ആണ് LHS. അപ്പൊ ഡിറ്റർമിനന്റ് 3a കണ്ടുപിടിക്കാൻ നമുക്ക് ഡിറ്റർമിനന്റ് 3a, അതായത് 9 - 6 12 6ന്റെ ഡിറ്റർമിനന്റ്. ആൻസർ എന്ത് വരും? നമുക്കറിയാമല്ലേ, സിമ്പിൾ ആയിട്ട് 9 ഇൻറ്റു 6 54 മൈനസ് 12 ഇൻറ്റു 6 72 അല്ലേ? 12 ഇൻറ്റു 6 യെസ് 72. അവിടെ -72 ആണ്. സോ -72. അപ്പൊ എന്ത് കിട്ടും? 54 പ്ലസ് 72 എന്ന് കിട്ടും. 54 72 കൂട്ടിയാ 75 120 126 കിട്ടും അല്ലേ? 126 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് ലെഫ്റ്റ് സൈഡ് കിട്ടും. ലെഫ്റ്റ് സൈഡ് ഓക്കെ അല്ലേടാ മക്കളെ? 3a കണ്ടുപിടിച്ചു, എന്നിട്ട് അതിന്റെ ഡിറ്റർമിനന്റ് എടുത്തു. ഡിറ്റർമിനന്റ് എടുക്കാൻ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. സിമ്പിൾ ആയിട്ട് എടുത്ത് ചെയ്തു. റൈറ്റ് സൈഡിലേക്ക് കിടക്കാം. റൈറ്റ് സൈഡ് പറഞ്ഞിരിക്കുന്നത് 9 ഇൻറ്റു ഡിറ്റർമിന്റ് എന്നാണ്. എന്ന് പറഞ്ഞാൽ ചുമ്മാ 9 കൊണ്ട് ഇതിനകത്തെ ഗുണിക്കുക എന്നുള്ളതല്ല. അതങ്ങ് മാറ്റി വെച്ചേക്ക്. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ച ശേഷം 9 മൾട്ടിപ്ലൈ ചെയ്യുക എന്നാണ് അതിന്റെ മീനിങ്. നമ്മളിപ്പോൾ മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യണ പോലെ ഇപ്പൊ ഡിറ്റർമിനന്റ് 3 - 2 4 2 എന്ന് എഴുതിയിട്ട് ഇങ്ങനെ എഴുതിയിട്ട് 9 കൊണ്ട് ഓരോന്നിനെയും മൾട്ടിപ്ലൈ ചെയ്യരുത്, തെറ്റാണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനന്റ് ആദ്യം കണ്ടുപിടിച്ചിട്ട് വേണം മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ നമുക്ക് ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനന്റ് ആണ്. ഡിറ്റർമിനന്റ് റൈറ്റ് സൈഡ് കണ്ടുപിടിക്കാൻ പോവാണ്. ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ ഇതിനെ ഡിറ്റർമിനന്റ് ആക്കി എഴുതാം. 3
-2 4 2. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാലോ. 3 × 2 6 മൈനസ് 4 × -2 -8. അപ്പോൾ ഇത് 6 + 8 എന്ന് കിട്ടും 14. 8 6 14. ഇനി നമുക്ക് 9 × ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. അതായത് 9 × ഡിറ്റർമിനന്റ് 14 അല്ലേടാ. 14 × 9 എത്രയാണ്? മൾട്ടിപ്ലൈ ചെയ്ത് നോക്ക്. 14 × 9 36 3 12 126 കിട്ടിയില്ലടാ. ഇത് കിട്ടുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷം വരും. കാരണം നമ്മുടെ തെളിയിച്ചു LHS = RHS. ഹെൻസ് പ്രൂവ്ഡ്. നമ്മൾ പ്രൂവ് ചെയ്തു. സോ നമുക്ക് സന്തോഷിക്കാം. ഓക്കെ അല്ലേ മക്കളെ? ഒന്ന് നോക്കിയേ, നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിയേ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് മക്കളെ. അപ്പൊ ലെഫ്റ്റ് സൈഡ് കണ്ടുപിടിച്ചു, റൈറ്റ് സൈഡ് സെപ്പറേറ്റ് കണ്ടുപിടിച്ചു. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഈക്വൽ ആയിരിക്കും. ഈക്വൽ ആകണം. ഷോ ദാറ്റ് ആണ്. അതുകൊണ്ട് തെളിയിച്ചേ പറ്റത്തുള്ളൂ. ഓക്കെ അല്ലേ? സിമ്പിൾ കൺസെപ്റ്റ് ആണ് മക്കളെ, തെറ്റിച്ച് കളയരുത്. ഓക്കെ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ് അതിന്റെ ബി പാർട്ട്. എ പാർട്ട് എന്താന്ന് നോക്കി. ആ ഒരു കൺസെപ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അത് പ്രീവിയസ് ഇയർ ഓൺ എക്സാമിന് മാത്രമല്ല നമ്മുടെ ഫൈനൽ എക്സാമിനും ഒക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഈ സിംഗുലാർ മെട്രിക്സ് എന്ന് പറയുന്ന ഈ ഒരു സംഭവം പലരും സ്കിപ്പ് ചെയ്യുന്ന ചെറിയൊരു പോർഷൻ ആണ് സിംഗുലാർ മെട്രിക്സ്. സിംഗുലാർ എന്ന് പറയുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ഐഡിയ വരണം മക്കളെ. സിംഗുലാർ എന്ന് പറഞ്ഞാലും നോൺ സിംഗുലാർ എന്ന് പറഞ്ഞാലും എന്താണെന്ന് ജസ്റ്റ് പറയാം. സിംഗുലാർ എന്ന് പറഞ്ഞാൽ, സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ, അതേപോലെ നോൺ സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറയാം. സിംഗുലാർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ മക്കളെ. ഡിറ്റർമിനന്റ് 0 ആകുന്ന മെട്രിക്സ് തന്നെ പറയുന്ന പേരാണ് സിംഗുലാർ മെട്രിക്സ്. ഡിറ്റർമിനന്റ് 0 ആകാത്ത മെട്രിക്സുകളെ പറയുന്ന പേരാണ് നോൺ സിംഗുലാർ മെട്രിക്സ്. മക്കളെ ഇതൊന്ന് എഴുതിയിട്ടേക്കണം. സിംഗുലാർ എന്ന് പറയുമ്പോൾ 0, സിംഗുലാർ 0, സിംഗുലാർ 0. നോൺ സിംഗുലാർ 0 അല്ല, നോൺ സിംഗുലാർ 0 അല്ല. മനസ്സിലേക്ക് കയറിയോ? സിംഗുലാർ എന്ന് പറയുമ്പോൾ 0 ആണ്, നോൺ സിംഗുലാർ എന്ന് പറയുമ്പോൾ 0 അല്ല. അപ്പൊ ഡിറ്റർമിനന്റ് 0 കിട്ടുന്ന മെട്രിക്സുകളെ പറയുന്ന പേരാണ് സിംഗുലാർ മെട്രിക്സ്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എന്താണ്? സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ ഡിറ്റർമിനന്റ് എന്താണ്? ഡിറ്റർമിനന്റ് 0 ആണ്. നോൺ സിംഗുലാർ എന്ന് പറയുവാണെങ്കിൽ ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. ഇവിടെ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ നമുക്കറിയാം 0 ആണ്. എഴുതി വെച്ചോണേ ഇത്. അതിന്റെ ബി പാർട്ട് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. സോ നിങ്ങൾക്ക് LHS RHS ഇട്ട് ചെയ്യാം. 3/3 ആണെന്ന വ്യത്യാസം മാത്രമേ ഉള്ളൂ. അപ്പൊ അത് നമുക്ക് LHS 3A ഡിറ്റർമിനന്റ് നേരത്തെ കണ്ടുപിടിച്ച പോലെ തന്നെ മക്കളെ തന്നെ കണ്ടുപിടിച്ചേ. ആദ്യം 3A എഴുതുവാണ്. 3A 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്യുക, എല്ലാ എലമെന്റ്സിനെയും മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എന്ത് കിട്ടും? 3 0 3 0 3 6 0 0 27. ഇതാണ് 3A എന്ന മെട്രിക്സ്. 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ അല്ലേടാ? 3 കൊണ്ട് എല്ലാത്തിനെയും മൾട്ടിപ്ലൈ ചെയ്തു. ശരിയാണ്. ഇനി ഇതിന്റെ ഡിറ്റർമിനന്റ് 3A വേണം. സോ ഞാൻ ഇവിടെ തന്നെ എഴുതാം. ഡിറ്റർമിനന്റ് 3A എന്ന് പറയുമ്പോൾ ഇതിനെ ഡിറ്റർമിനന്റ് എഴുതാം. 3 0 3 0 3 6 0 0 27. കണ്ടുപിടിക്കാലോ മക്കളെ. ഫസ്റ്റ് എന്ത് ചെയ്യണം? 3 ഇൻറ്റു ഡിറ്റർമിനന്റ് 3 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കണ്ടേ? എന്ത് വരും? 3 6 0 27 അല്ലേ? 3 6 0 27. ഓക്കെ അല്ലേ? മൈനസ് ഇട്ടു. അടുത്ത എലമെന്റ് ആരാണ്? 0 ആണ്. 0 ഇൻറ്റു എന്ത് വന്നാലും 0 അല്ലേ? സോ അത് എഴുതേണ്ട കാര്യമില്ല. 0. അടുത്തത് ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ്, സോറി ഇവിടെ പ്ലസ്, ഇവിടെ മൈനസ്, ഇവിടെ പ്ലസ് ആണല്ലേ? അപ്പൊ അടുത്ത ടേം നമ്മൾ എഴുതുമ്പോൾ പ്ലസ് ഇട്ടിട്ട് വേണം എഴുതാൻ. പ്ലസ് ഇട്ടിട്ട് വേണം ആ എലമെന്റ് എഴുതാൻ. 3 ഇൻറ്റു ഡിറ്റർമിനന്റ് 3 ഉൾപ്പെടുന്ന റോയും കോളവും കളയുമ്പോൾ മിച്ചം ആരുണ്ടാ? 0 3 0 0 0 3 0 0. ഇനി ഓപ്പൺ ആക്കാമല്ലോ നമുക്ക്. യെസ്, 3 ഇൻറ്റു ഇതെന്ത് വരും ഇവിടെ? 23 ഇൻറ്റു 7 എന്ത് വരും? 27 ഇൻറ്റു 3 27 ഇൻറ്റു 3 21 2 8 81 അല്ലേ? സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അപ്പൊ 81 മൈനസ് 6 ഇൻറ്റു 0 0 അല്ലേ?
സോ അത് എഴുതണമെന്നില്ല, 81 വരും. അടുത്ത ആള് 0 ആണ്, അത് എഴുതണമെന്നില്ല. പിന്നെ അടുത്ത് +3, യെസ് +3 ഇൻറ്റു എന്ത് വരും ഇവിടെ മക്കളെ? 0 ഇൻറ്റു 0 0, 0 ഇൻറ്റു 3 0. സോ അത് മൊത്തം എന്തായി മാറും? 0 ആയി മാറും. അപ്പോൾ ഇത് 0. സോ നമ്മുടെ ഈ ടേം മൊത്തം നമുക്ക് 0 ആയി പോകും, കാരണം 3 ഇൻറ്റു 0 0 ആണ്. സോ 81 ഇൻറ്റു 3 എന്ത് വരും ഇവിടെ മക്കളെ? 81 ഇൻറ്റു 3 243 വരും അല്ലേ? 243 വരും. സോ നമ്മുടെ ആൻസർ 243. ഏതാണ്? LHS. LHS 243 കിട്ടി. ക്ലിയർ അല്ലേ മക്കളെ? ഇത് കിട്ടിയത് നോക്കി എഴുതിക്കോണേ. 243 കിട്ടി. LHS കണ്ടുപിടിച്ചു. RHS നമുക്ക് 243 കിട്ടണം. കിട്ടിയില്ലെങ്കിൽ നമ്മുടെയാണ് തെറ്റ്. അപ്പൊ RHS കണ്ടുപിടിക്കണമെങ്കിൽ മക്കളെ കറക്റ്റ് ആയിട്ട് ചെയ്തോ. ആദ്യം ഡിറ്റർമിനന്റ് A കണ്ടുപിടിച്ചതിന് ശേഷം 27 മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ആദ്യം നമുക്ക് ഡിറ്റർമിനന്റ് A കണ്ടുപിടിക്കാം. അപ്പോൾ RHS റൈറ്റ് ഹാൻഡ് സൈഡ്, ഡിറ്റർമിനന്റ് A എന്തായിരുന്നടാ? 1 0 1 0 1 2 1 0 1 0 1 2, നെക്സ്റ്റ് 0 0 9 0 0 9. ഓപ്പൺ ചെയ്യാലോ. 1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കാം. 1 2 0 9. ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ചുരുക്കാം കേട്ടോ. ഈ സ്റ്റെപ്പൊക്കെ നമുക്ക് ചുരുക്കി ഡയറക്റ്റ് തന്നെ എഴുതാനേ ഉള്ളൂ. ഞാൻ പിന്നെ സ്റ്റെപ്പ് കൂടുതൽ എഴുതാനേ ഉള്ളൂ. കൂടുതൽ കുട്ടികളും ഡയറക്റ്റ് എഴുതുകയാണ് ചെയ്യുന്നത്. പിന്നെ ചിലവർ ഈ സ്റ്റെപ്പ് ഉപയോഗിച്ച് ചെയ്യാറുണ്ട്. അത് പയ്യെ മാറ്റി എഴുതണം. നമ്മൾ പ്രോ ലെവലിലേക്ക് മാറണം കേട്ടോ മക്കളെ. അപ്പോൾ ഇവിടെ പ്ലസ് മൈനസ് പ്ലസ് ആണ്. നെക്സ്റ്റ് ടേം നമുക്ക് നോക്കേണ്ട കാര്യമില്ല, 0 ആണ്. സോ -0 എന്ന് എഴുതിയാൽ മതി. അടുത്ത +1 ഇൻറ്റു 1 ഉൾപ്പെടുന്ന റോയും കോളം ഒഴിവാക്കാം. 0 1 0 0 0 1 0 0. ഓപ്പൺ ആക്കുക എളുപ്പമല്ലേ. 1 ഇൻറ്റു 9 9 9 മൈനസ് 0 എന്ന് വരും, 9 തന്നെ. അടുത്ത 0 ഒഴിവാക്കാം. +1 ഇൻറ്റു അത് മൊത്തം 0 ആയി മാറും അല്ലേ? അപ്പോൾ ഇത് 1 ഇൻറ്റു 9 കിട്ടും നമുക്ക് ഡിറ്റർമിനന്റ്. എളുപ്പമുള്ള കാര്യം, കാരണം ഒന്നും ചെറിയ നമ്പറുകൾ മൾട്ടിപ്ലൈ വളരെ എളുപ്പം കിട്ടും. നമ്മളോട് തെളിയിക്കാൻ പറഞ്ഞാൽ എന്താ? 27 ഇൻറ്റു 9 ആണ് കണ്ടുപിടിക്കേണ്ടത്. Therefore 27 ഇൻറ്റു ഡിറ്റർമിനന്റ് നമുക്ക് കണ്ടുപിടിക്കാം. എന്ന് പറഞ്ഞാൽ 27 ഇൻറ്റു ഡിറ്റർമിനന്റ് 9 അല്ലേടാ? 27ഉം 9ഉം കൂടെ മൾട്ടിപ്ലൈ നോക്ക്. 27 ഇൻറ്റു 9 63, 6 18 6 24. കിട്ടിയണ്ടല്ലോടാ മക്കളെ. 243 തന്നെ കിട്ടിക്കുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൽ നിന്നൊരു സന്തോഷം വരും. യെസ് കറക്റ്റ് ആണ്. കാരണം എന്താ? ലെഫ്റ്റ് സൈഡും നമുക്ക് കിട്ടി 243, ഇപ്പോഴും 243 തന്നെ. ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം ആണ്. അത് എപ്പോഴും സെയിം ആയിട്ടേ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് എഴുതി വെക്കാം LHS = RHS ഹെൻസ് പ്രൂവ്ഡ്. ഇതൊക്കെ ഹെൻസ് പ്രൂവ്ഡ് എഴുതി വെക്കുമ്പോൾ തന്നെ ഒരു വല്ലാത്തൊരു സന്തോഷമാണ്. തന്നെ തെളിയിച്ച് ചെയ്യുമ്പോൾ ഒരു സന്തോഷമാണ്. ഓക്കെ അല്ലേടാ? സെറ്റ് അല്ലേ? യെസ്. വളരെ സിമ്പിളായ കൺസെപ്റ്റ്. നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് തന്നെ എഴുതാനുള്ളതേ ഉള്ളൂ. പെട്ടെന്ന് എഴുതിക്കൂ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എഴുതാം, പക്ഷെ അഡ്ജ് ചെയ്യാന്നുള്ള കൺസെപ്റ്റ് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ ഇവിടെ ഡയറക്റ്റ് ആയിട്ട് ഇൻറ്റു ചെയ്യാം അല്ലേ? എ പാർട്ടിന്റെ ആൻസർ നമുക്ക് ചെയ്യാം. x × 2 2x മൈനസ് 1 × 1 1 = 5. ഇവിടെ ക്വാഡ്രാറ്റിക് ഇക്വേഷൻ x² ഒന്നും കിട്ടിയിട്ടില്ല, x മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ കണ്ടല്ലോ x × 2 2x, 1 × 1 1 = 5 എന്ന് കിട്ടി. ഈ -1 അപ്പുറത്തേക്ക് എടുത്താൽ 2x = 5 + 1 എന്ന് വരും. അതായത് 2x = 6 എന്ന് കിട്ടും. അതായത് x = 6, ഈ 2 ഇപ്പുറത്തേക്ക് വരുമ്പോൾ /2 ആകും. അതായത് x 6ന്റെ പകുതി 3. സോ ആൻസർ ഈസ് 3. x = 3 വരും നമ്മുടെ ആൻസർ. യെസ്, x = 3. ഇനി റൈറ്റ് സൈഡ് അല്ലല്ലോ, സെക്കൻഡ് പാർട്ട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് a × adj കണ്ടുപിടിക്കാനാണ്. എന്താണ്? a × adj, അഡ്ജോയിന്റ് ഓഫ് a കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. എന്താണ് adj? adj കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് പറഞ്ഞുതരാം. ആദ്യം നമുക്ക് ആ ബി പാർട്ടിലെ a ഒന്ന് എടുത്തെഴുതാം. a = മെട്രിക്സ് ആണേ 3 5 1 2 3 5 1 2. മക്കളെ അഡ്ജിയെ കണ്ടുപിടിക്കാനായിട്ട് ഞാൻ ട്രിക്ക് പറഞ്ഞുതരാം. അഡ്ജിയെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് നമ്മളൊരു കോ ഫാക്ടർ എന്ന് പറയുന്ന മെട്രിക്സ് കണ്ടുപിടിക്കണം.
കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജിയെ. അപ്പോൾ എന്താണ് അഡ്ജിയെ? അഡ്ജിയെ അറിയാവുന്ന കുട്ടികളുണ്ട്, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറയുവാണ്. ട്രാൻസ്പോസ് ഓഫ് കോഫാക്ടർ മെട്രിക്സ്. കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജിയെ. നോട്ട് ചെയ്ത് വെച്ചോ. ഈ ട്രാൻസ്പോസ് എന്താണെന്ന് ഇനി പറയേണ്ട കാര്യമില്ലല്ലോ. ട്രാൻസ്പോസ് എന്താണെന്ന് വ്യക്തമായിട്ട് നേരത്തെ ഒരു മെട്രിക്സിന്റെ ലൈവ് ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. മെട്രിക്സിന്റെ പ്രീവിയസ് ഒരു ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ. അതൊന്ന് നോക്കിയിട്ട് ഇങ്ങോട്ട് വന്നു. ട്രാൻസ്പോസ് അറിയാൻ വയ്യാത്തവർക്ക് ഒന്നുമില്ലടാ, റോയിനെ പിടിച്ച് കോളവാക്കുക, ഇതാണ് ട്രാൻസ്പോസ്. മെട്രിക്സിലെ കൺസെപ്റ്റ് ആണ്, മറന്നുപോലെ റോ ആയിട്ട് നേരെ എഴുതിയിരിക്കുന്ന സാധനം പിടിച്ച് കോളവായിട്ട് എഴുതുന്നതാണ് ട്രാൻസ്പോസ്. അപ്പോൾ ട്രാൻസ്പോസ് കോഫാക്ടർ മെട്രിക്സിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജോയിന്റ്. അപ്പോൾ എന്താണ് കോഫാക്ടർ മെട്രിക്സ്? കോഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? നിങ്ങൾ മൈനർ മെട്രിക്സ് കണ്ടുപിടിച്ചിട്ട് M11 M12 പിന്നെ അതിനെ C11 C12 പിന്നെ A11 A12 ഇങ്ങനെയൊക്കെ എഴുതി നിങ്ങൾ ചെയ്യാറുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോണില്ല. ട്രിക്കോടുകൂടി ഞാൻ പറഞ്ഞുതരാം. കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നോക്കിക്കോണേ. ഇതൊക്കെ സിമ്പിൾ ട്രിക്കുകളാണ് മക്കളെ. കോഫാക്ടർ ഇത് എൻ്റെ ട്രിക്കാണ് മക്കളെ, ശ്രദ്ധിച്ചിരുന്നോ? എൻ്റെ മക്കൾക്ക് ഇത് അറിയാവുന്ന കാര്യമാണ്. എൻ്റെ ക്ലാസ്സിലുള്ള മക്കൾക്ക് അറിയാവുന്ന കാര്യമാണ്. മക്കൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം ഈ വീഡിയോ. അതേപോലെ സബ്സ്ക്രൈബും ചെയ്തേക്ക്. ഇതുപോലെ ടിപ്സുകളായിട്ട് ഞാൻ വരുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ കോഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ട്രിക്ക് നോക്കിക്കോണേ. നിങ്ങൾക്ക് Z എന്ന് പറയുന്ന ലെറ്റർ അറിയാമല്ലോ. Z എന്ന് പറയുന്ന ലെറ്റർ തിരിച്ചൊന്ന് എഴുതി നോക്കി. മോളിൽ നിന്ന് ഇങ്ങനെയാണല്ലോ എഴുതുന്നത്. ആ തിരിച്ചെഴുതുന്നത് എങ്ങനെയാടാ? ഇങ്ങനെ 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 അല്ലേ? അപ്പോൾ ആ ഒരു രീതിയിൽ വേണം നമ്മുടെ ഈ എലമെന്റ്സിനെ ഓർക്കാൻ. ഇതല്ലേ Z രൂപത്തിലാണ് ഇരിക്കുന്നത്. 3 5 1 2 തിരിച്ചു പറഞ്ഞു നോക്കിയേ. Z തിരിച്ചെഴുതിക്കേ. 2 1 5 3. നല്ല ട്രിക്കല്ലേ? നോക്കിക്കോണേ. 3 5 1 2 ആണ് കിടക്കുന്നത്. നമ്മൾ അതിനെ തിരിച്ചെഴുതണം. 2 1 5 3. ആ ഓർഡറിലങ്ങ് എഴുതിക്കേ. 2 1 5 3. പരിപാടി കഴിഞ്ഞു. ഇതാണ് മൈനർ മെട്രിക്സ്. പക്ഷെ കഴിഞ്ഞിട്ടില്ല. നമ്മൾ ആ Z എഴുതി തിരിച്ചെഴുതി. ചെറിയൊരു വ്യത്യാസം കൂടെയുണ്ട് മക്കളെ. ഈ ആൾക്കാരെ ഒന്നും ചെയ്യരുത്. അവന്മാർ അതേപോലെ ഇരുന്നിട്ട് പാവങ്ങളാണ്. ഈ ഡയഗണൽസിലുള്ളവന്മാരെ ഓപ്പോസിറ്റ് ആക്കുക. ഈ ഡയഗണൽസിലുള്ളവനെ ഓപ്പോസിറ്റ് സൈൻ ആക്കുക. രണ്ടും പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടിന് ഓരോ മൈനസ് ഇട്ട് കൊടുത്താൽ മതി. ഇനി ഇത് മൈനസ് ആയിരുന്നെങ്കിൽ പ്ലസ് ഇട്ട് കൊടുക്കുക. കണ്ടല്ലോ മക്കളെ ചെയ്തത്? ഒന്നുകൂടെ പറയാം. Z തിരിച്ചെഴുതി. അതിനുശേഷം ഇവന്മാരെ ഒന്നും ചെയ്യേണ്ട, പാവങ്ങളാണ്. ഇവന്മാരുടെ സൈൻ നേരെ ഓപ്പോസിറ്റ് ആക്കുക. മൈനസ് ആണെ പ്ലസ് ആക്കുക, പ്ലസ് ആണെ മൈനസ് ആക്കുക. ഇതാണ് കോഫാക്ടർ. ഇതാണ് മക്കളെ കോഫാക്ടർ മെട്രിക്സ്. ട്രിക്ക് പിടികിട്ടിയോ? ട്രിക്ക് കിടിലല്ലേ? പിടികിട്ടിയോ? ഇനി നമുക്ക് അഡ്ജിയെ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് എടുത്താൽ മതി. എന്ന് പറഞ്ഞാൽ ഇതിനെ റോ ആയിട്ട് എഴുതിയിരിക്കുന്ന ഈ സാധനത്തിനെ പിടിച്ച് കോളമായിട്ട് എഴുതുക. അതായത് 2 - 1 പിടിച്ച് താഴത്തേക്ക് എഴുതുക. 2 - 1. അടുത്ത -5 3 താഴത്തേക്ക് എഴുതുക. -5 3. സോ ദിസ് ഈസ് അഡ്ജിയെ കണ്ടുപിടിച്ചു. കണ്ടല്ലോ മക്കളെ? കോഫാക്ടറിന്റെ ട്രാൻസ്പോസ് ആണ് അഡ്ജി. നമ്മളോട് ചോദിച്ചത് എന്താണ്? എയും അഡ്ജിയെയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്താണ്? അത് കണ്ടുപിടിക്കാനാണ്. സോ നമുക്ക് A × അഡ്ജിയെ കണ്ടുപിടിക്കാം. Therefore A × അഡ്ജിയെ. A എന്ന് പറയുന്നത് 3 5 1 2 ഇൻറ്റു അഡ്ജി എന്താണ്? 2 - 5 2 - 5 -3 1. 2 - 5 -1 3 ആയിരുന്നു. -1 3. 2 - 5 -1 3. ഓക്കെ മക്കളെ, മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാമല്ലോ അല്ലേ? റോയും കോളവും തമ്മിലാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ അറിയാതെ ഡിറ്റർമിനൻസിലേക്ക് കടക്കുക പോലും ചെയ്യരുത് മക്കളെ. നന്നായിട്ട് അറിഞ്ഞോണം. മൾട്ടിപ്ലിക്കേഷൻ പക്കയായിട്ട് മനസ്സിലേക്ക് കയറിക്കോണം. ചുമ്മാ 3 × 2 6 5 × -5 -25 എന്ന് എഴുതി വെച്ചാൽ പൊട്ടത്തെറ്റാണ്. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ റോയും കോളവും തമ്മിലാണ്. എങ്ങനെയാണ്? ഈ റോയും ഈ കോളവും തമ്മിൽ അറിയാലോ. ആദ്യം എന്താ ചെയ്യേണ്ടത്? 3 × 2 6 പ്ലസ് ഇടുക.
ഫസ്റ്റത്തെ ആളും നമ്മൾ ഇൻഡു ചെയ്തതിന് ശേഷം പ്ലസ് ഇട്ടിട്ട് അടുത്ത ആളും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 5 ഇൻറ്റു -1 -5 കഴിഞ്ഞു. അടുത്ത ആൾക്കാരെ ഇവന്മാരെ വെച്ച് തന്നെ ഇവന്മാരെ ചെയ്യുക. 3 ഇൻറ്റു -5 -15 പ്ലസ് ഇടുക. 5 ഇൻറ്റു 3 15 അവന്മാരെ വെച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് റോ വെച്ച് കോളത്തിനെ മൾട്ടിപ്ലൈ ചെയ്യാം. ഇത് വെച്ച് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യാം. 1 ഇൻറ്റു 2 2 പ്ലസ് 2 ഇൻറ്റു -1 -2 യെസ്. അടുത്തത് 1 ഇൻറ്റു -5 -5 പ്ലസ് 2 ഇൻറ്റു 3 6. സോ ഇതെന്ത് കിട്ടണം മക്കളെ? 6 -5 എന്ന് പറയുമ്പോൾ അത് 1 വരും. 0 0 1 കിട്ടും. മക്കളെ ഇതൊരു ഐഡന്റിറ്റി മെട്രിക്സ് അല്ലേടാ. ഇത് ഐ എന്ന് തെളിയിക്കാനൊക്കെ ചോദിക്കാം. അപ്പോൾ 1 0 0 1 എന്ന് കിട്ടി. സിമ്പിൾ പരിപാടി. നമുക്ക് എ ഇൻറ്റു അഡ്ജിയെയും അഡ്ജിയെ ഇൻറ്റു എയും ഒക്കെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും നമുക്കിത് ഈ ഡയഗണൽസ് 0 ആയിരിക്കും. ഈ നോൺ ഡയഗണൽസ് ഈ ഡയഗണൽ ഇല്ലേടാ. ഈ ഡയഗണലിൽ 1 വരാം, ചിലപ്പോൾ 2 വരാം, ചിലപ്പോൾ 3 വരാം, 4 വരാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ഈ ഡയഗണലിൽ വരാം. പക്ഷെ ഇവിടെ എപ്പോഴും 0 ആയിരിക്കും. എ ഇൻറ്റു അഡ്ജിയെ ചെയ്താലും അഡ്ജിയെ ഇൻറ്റു എ ചെയ്താലും. അതൊരു ട്രിക്കായിട്ട് ഓർത്തിരുന്നോ. ആൻസർ ശരിയാണോ അല്ലേ എന്ന് നമുക്ക് ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. ഇതിപ്പോൾ ഐഡന്റിറ്റി തന്നെ കിട്ടി, അല്ലെങ്കിൽ നമുക്ക് വേറെ വല്ലതും കിട്ടാം. ഓക്കെ, സിമ്പിൾ അല്ലേ? യെസ്. തിരിച്ച് ചെയ്യുമ്പോഴുള്ള ക്വസ്റ്റ്യൻ കൂടെ നമുക്ക് ചെയ്യാം. അതിന് വേണ്ടിയാണ് ഇത് തന്നെ പ്രീവിയസ് ക്വസ്റ്റ്യൻ തന്നെ കേട്ടോ മക്കളെ, വേറെ ഒന്നും ആഡ് ചെയ്തിട്ടില്ല. കഴിഞ്ഞ വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇങ്ങനെയും ചോദിച്ചു, തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. കണ്ടല്ലോ, ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ടും ചോദിക്കും. അത് ടെക്സ്റ്റ് ബുക്കിൽ കിടക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. അങ്ങനെയും ചോദിക്കും. അപ്പോൾ രണ്ടും കൂടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഐഡിയ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടെ നിങ്ങൾ തന്നെ ചെയ്തോ. ഫസ്റ്റ് നിങ്ങൾ തന്നെ ചെയ്തു വെച്ചോ മക്കളെ. ആദ്യം നമുക്ക് അഡ്ജിയെ കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? കോഫാക്ടർ വേണം. സോ കോഫാക്ടർ മെട്രിക്സ് എന്നിരിക്കും. കോഫാക്ടർ മെട്രിക്സ് എന്ത് ചെയ്യണം? Z തിരിച്ചെഴുതുക അല്ലേ. അപ്പോൾ -1 4 3 2 -1 4 3 2 എന്നിട്ട് എന്ത് ചെയ്യണം? ഇവനെ ഒന്നും ചെയ്യല് പാവങ്ങളാണ്. ഇവന്മാരുടെ സൈൻ മാറ്റുക അല്ലേ എന്ന് പറയുമ്പോൾ ഇവൻ മൈനസ് ഓക്കെ കഴിഞ്ഞു. ഇനി അഡ്ജി എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? റോയിനെ പിടിച്ച് കോളവാക്കുക. അതായത് -1 -4നെ താഴത്തേക്ക് എഴുതുക. അടുത്ത -3 2നെ താഴത്തേക്ക് എഴുതുക. അഡ്ജിയെ കിട്ടി. ഇനി തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. അഡ്ജിയെ ഇൻറ്റു എ ആണ് നമ്മളോട് ചോദിച്ചത്. സോ അഡ്ജിയെ ഇൻറ്റു എ. അഡ്ജിയെ എന്താടാ? -1 -3 -4 2 യെസ്. അഡ്ജിയെ ഇൻറ്റു എ എന്താണ്? 2 3 4 -1 2 3 4 -1 2 3 4 -1 മൾട്ടിപ്ലൈ ചെയ്തോടാ. -1 ഇൻറ്റു 2 -2 -3 ഇൻറ്റു 4 -2 പ്ലസ് -3 ഇൻറ്റു 4 -12 ഓക്കെ. അടുത്തത് -1 ഇൻറ്റു 3 -3 പ്ലസ് -3 ഇൻറ്റു -1 പ്ലസ് 3 ഓക്കെ അല്ലേ? യെസ്. അടുത്ത് ഇവനെ വെച്ച് കഴിഞ്ഞു. അടുത്ത് ഈ റോ വെച്ച് ഇതിനെയും ചെയ്യണം. -4 ഇൻറ്റു 2 -8 പ്ലസ് 2 ഇൻറ്റു 4 8 ഓക്കെ. നെക്സ്റ്റ് -4 ഇൻറ്റു 3 -12 പ്ലസ് 2 ഇൻറ്റു -1 -2 എന്ത് വരുന്നത്? -12ഉം -2ഉം കൂടെ ആഡ് ചെയ്യുമ്പോൾ -14 കിട്ടും. ഇവനെ 0 കിട്ടും. ഇവൻ 0, ഇത് -14. കണ്ടല്ലോടാ. ഡയഗണൽസിലെ എലമെന്റ്സും നോൺ ഡയഗണൽസ് ഇപ്പുറത്തെ ഡയഗണലിൽ 0 കിട്ടും. കാണുമ്പോഴേ മനസ്സിലാക്കാം നമുക്ക് ഇതാണ് നമ്മുടെ അഡ്ജിയെ ഇൻറ്റു എ. ഓക്കെ, അപ്പോൾ ഡയഗണൽ ഏതെങ്കിലും എലമെന്റ്സ് കാണും, ബാക്കി നോൺ ഡയഗണൽസ് മൊത്തം 0 ആയിരിക്കും എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, ഇപ്പോൾ 3/3 ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ കിട്ടും. വേണമെങ്കിൽ 3 0 0 0 3 0 0 0 3 കണ്ടല്ലോ. ഡയഗണലിൽ മാത്രം എലമെന്റ്സ്, ബാക്കി മൊത്തം 0 ആയിരിക്കും. ഇത് ടെക്സ്റ്റ് ബുക്കിലെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. എ ഇൻറ്റു അഡ്ജിയെ
സിക്കൽ ടു അഡ്ജിയ ഇൻറ്റു എ സിക്കൽ ടു ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ. ഇങ്ങനെ ഒരു സാധനമുണ്ട്. ഇത് ചില സ്കൂളുകളിൽ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എ ഇൻറ്റു അഡ്ജിയെ നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു. ഓക്കെ, തിരിച്ച് അഡ്ജിയ ഇൻറ്റു എ, രണ്ടും രണ്ട് ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് വേറെ വേറെ വന്നത് കേട്ടോ. ഇത് എങ്ങനെ ചെയ്താലും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും ഇങ്ങോട്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം തന്നെ കിട്ടത്തുള്ളൂ. പിന്നെ ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ, ഡിറ്റർമിനൻ്റ് എ ഇൻറ്റു ഐ എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനൻ്റ് എ കണ്ടുപിടിച്ചതിന് ശേഷം ഐ എന്ന് പറഞ്ഞാൽ അറിയാലോ മക്കൾ, ഐ എന്താണ് 1 0 0 1. ഐഡന്റിറ്റി മെട്രിക്സിനെയാണ് ഐ എന്ന് പറയുന്നത്. അത് 3/3 ആണെങ്കിൽ 1 0 0 0 1 0 0 0 1. ഇതൊക്കെ അറിയാവുന്ന കാര്യമാണ്, അതും ചോദിക്കാം കേട്ടോ. അപ്പൊ രണ്ട് ഞാൻ ചെയ്ത് കാണിച്ചു. ഇത് പ്രീവിയസ് ഇയർ കഴിഞ്ഞ വർഷം ചോദിച്ചിട്ടില്ല, പക്ഷെ ഇത്തവണ വേണമെങ്കിൽ കയറി ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വളരെ എളുപ്പമാണ്. സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ എന്താണ് മക്കളെ, കുറച്ചും നമ്മൾ എഴുതിയാണ്, മനസ്സിൽ കയറ്റണം. സിംഗുലാർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 ആയിരിക്കും, നോൺ സിംഗുലാർ ആണെങ്കിൽ 0 ആകത്തില്ല. ഓക്കെ, തന്നിരിക്കുന്ന മെട്രിക്സ് ഒരു സിംഗുലാർ മെട്രിക്സ് ആണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. ഇത് എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. അപ്പൊ എന്ത് ചെയ്യണം, സിംഗുലാർ ആണ്, അങ്ങനെയാണെങ്കിൽ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കും. മക്കളെ സിംഗുലാർ ആണെങ്കിൽ ഡിറ്റർമിനന്റ് 0 അല്ലേ? അപ്പൊ നമുക്ക് എടുത്തെഴുതാം, ഡിറ്റർമിനന്റ്, ഈ ഒരു ഡിറ്റർമിനന്റ് ഈക്വൽ ടു 0 എന്ന് നമുക്ക് സിമ്പിൾ ആയിട്ട് എടുത്തെഴുതാം. അപ്പൊ ഇത് അങ്ങോട്ട് എടുത്തെഴുതിയിട്ട് ഡിറ്റർമിനന്റ് എ ഈക്വൽ ടു ഇത് ഈക്വൽ ടു 0. യെസ്, തുറക്കാൻ തന്നെ എടുത്തെഴുതുക, ഇത് ഈക്വൽ ടു 0. കാരണം എന്താണ്, സിംഗുലാർ ആണെങ്കിൽ 0 ആയിരിക്കും. ഇനി ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കണം മക്കളെ. ഫസ്റ്റത്തെ വെച്ച് ഓപ്പൺ ചെയ്യാം. 2 + x ഇൻറ്റു ഡിറ്റർമിനന്റ്. ഫസ്റ്റത്തത് പ്ലസ് മൈനസ് പ്ലസ് മൈനസ് പ്ലസ്. സോ 2 + x ഇൻറ്റു 2 + x ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. -1 2 1 5 -1 2 1 5. അടുത്ത -3 ഇൻറ്റു -3 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. 1 2 x 5 1 2 x 5. നെക്സ്റ്റ് +4 ഇൻറ്റു 4 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. 1 -1 x 1 1 -1 x 1. ഓപ്പൺ ചെയ്താൽ പോരെടാ, എന്ത് വരും? ഇത് അപ്പുറത്തേക്ക് കോപ്പി ചെയ്യാം. മെട്രിക്സ് ഡിറ്റർമിനന്റ് സാധാരണ ഇത് ഓപ്പൺ ചെയ്തോ. 2 + x ഇൻറ്റു, ഇവിടെ ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് വരും? -5 -2 അല്ലെ? -1 × 5 -5, 2 × 1 2, നടുക്കൊരു മൈനസ് ആണ്. അപ്പൊ ഇത് -7 വരും. അത് കഴിഞ്ഞു. അടുത്ത -3 ഇൻറ്റു ഇതെന്ത് വരും ഇവിടെ? 1 × 5 5 -2 × x 2x. ഇത് എക്സ് തന്നെയല്ലായിരുന്നു, ഇത് എക്സ് ആണ്. ഓക്കെ, അടുത്തത് +4 ഇൻറ്റു 1 × 1 1 -x ഇൻറ്റു -1 -x ആണ്. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉള്ളതുകൊണ്ട് ഞാൻ അതിനെ പ്ലസ് എന്നാക്കുന്നു. ഇനി സിമ്പിൾ ആയിട്ട് ബ്രാക്കറ്റ് മൾട്ടിപ്ലൈ ചെയ്യാൻ മക്കളെ, ശ്രദ്ധിച്ച് ചെയ്തോളൂ. അതെ, -7 വെച്ച് ഇതിനെ രണ്ടിനെ ഇൻറ്റു ചെയ്തേ. അപ്പോൾ -7 × 2 -14 -7 × x -7x. ഓക്കെ അല്ലേ? അടുത്തത് -3 വെച്ച് 5നെ മൾട്ടിപ്ലൈ ചെയ്യാം. -3 വെച്ച് -2x മൾട്ടിപ്ലൈ ചെയ്യാം. -3 × 5 -15 -3 × -2x എന്ത് വരും? -3ഉം -2ഉം +6x എന്ന് വരും. +3 × 2 6x. അടുത്ത 4 കൊണ്ട് അകത്തേക്ക് ഇൻറ്റു ചെയ്യുമ്പോൾ 4 കൊണ്ട് ഇതിനെ രണ്ടിന് ഇൻറ്റു ചെയ്യാം. ഇത് +4 × 1 4 4 × x 4x. എന്ത് ചെയ്യടാ, എക്സിന്റെ ടേം എല്ലാം കൂടെ ആഡ് ചെയ്യാൻ നോക്കി. എക്സിന്റെ ടേം ഏതൊക്കെയുള്ളത്? എക്സിന്റെ ടേം ദേ, ഇത് എക്സിന്റെ ടേം ആണ്, ഇത് എക്സിന്റെ ടേം അല്ലേ? -7x. നമുക്ക് ഈ 6ഉം 4ഉം കൂടെ കൂട്ടി എത്ര വരും? 6ഉം 4ഉം കൂടെ കൂട്ടിയാൽ 10x. 10x നിന്ന് -x കുറച്ചാൽ ഇവിടെ ഈക്വൽ ടു 0 ഉണ്ടേ, എല്ലാം ഈക്വൽ ടു 0 എഴുതിക്കോണേ, അതേ വിട്ടുപോയി. എന്ത് വരൂടാ? 6ഉം 4ഉം 10. 10 നിന്ന് 7 കുറച്ചാൽ 3x. എക്സിന്റെ ടൈം കഴിഞ്ഞില്ലേ? നമ്പർ എല്ലാം കൂടെ കൂട്ടാം. -14ഉം -15ഉം കൂടെ കൂട്ടി എത്ര വരും? -29. 29 നിന്ന് 4 കുറച്ച് എത്ര വരും?
29 4 കുറച്ച് എന്ത് വരും? -14 -15 കൂടെ കൂട്ടുക -29. -29 + 4 -25 കിട്ടും അല്ലേ? -25 = 0. -25 അപ്പുറത്തേക്ക് എടുക്കുക, +25. സോ x = 25/3 എന്ന് കിട്ടും. ഫ്രാക്ഷൻ കിട്ടും. ഫ്രാക്ഷൻ തന്നെയല്ലേ കിട്ടുന്നത്? കറക്റ്റ് അല്ലേ ഇത്? -14 -7x -15 + 6x 4 + 4x. ഓക്കെ, 6 4 10, 10 7 കുറച്ചാൽ 3, 14 15 കൂടെ കൂട്ടിയാൽ അതൊക്കെ പ്ലസ് തന്നെയല്ലേടാ? മൈനസ്. ഓക്കെ, 14 15 കൂടി 29, 29 4 കുറച്ചാൽ 25. ഓക്കെ, ഫ്രാക്ഷൻ തന്നെ വരും. 24 വന്നിരുന്നെങ്കിൽ 8 എന്ന് എഴുതായിരുന്നു. അതാണ് ഞാൻ നോക്കിയത്. 24 ആണോ ഇനി? അല്ലല്ലോ. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻ്റ് ആയിട്ട് പറഞ്ഞോണേ. മിസ്റ്റേക്ക് ഒന്നും വരാൻ ചാൻസ് ഇല്ല. ഡബിൾ ചെക്ക് ചെയ്തതാണ്. 24 ഇല്ല, കുഴപ്പമില്ല. ഫ്രാക്ഷൻ വന്നതിൽ കുഴപ്പമില്ലല്ലോ. എങ്കിലും ഒരു ഫ്രാക്ഷൻ വരുമ്പോൾ നമുക്കൊരു സംശയം, എവിടെയോ 24 25 24 വന്നിരുന്നെങ്കിൽ വെട്ടിക്കളയായിരുന്നു. ആൻസർ ഇത് തന്നെയാണ്, 25/3. ഓക്കെ, യെസ് മക്കളെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇത് ഇച്ചിരി ഉണ്ട് ചെയ്യാനായിട്ട്, ശ്രദ്ധിച്ച് ചെയ്തോണം. കുറച്ചുണ്ട്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും തന്നിട്ടുണ്ട്. എ ബി ഇൻവേഴ്സും ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സും ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അപ്പോൾ LHS നമ്മൾ കണ്ടുപിടിക്കണം. കുറച്ച് പരിപാടി ഉണ്ട് ഇവിടെ. ഇത് ഏതോ ഒരു 2 സ്കൂളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഞാൻ കണ്ടത് കഴിഞ്ഞ വർഷത്തെ. പല സ്കൂളുകളും പലതായിരുന്നല്ലോ കഴിഞ്ഞ വർഷം തൊട്ട്. അതുകൊണ്ട് ടീച്ചേഴ്സിന് ഇടുന്നതുകൊണ്ട് ഇതൊക്കെ ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻ ആണ്. ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാം. ഇതാണ് ഇച്ചിരി ചെയ്യാനുണ്ട്. പക്ഷേ ചില സ്കൂളുകളിൽ ഇത് ഇടത്തുള്ളൂ. എങ്കിലും പഠിക്കാതെ പോകേണ്ട, സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. 2/2 ചോദിക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം LHS എഴുതാം. LHS എ ബി കണ്ടുപിടിക്കാം. ആദ്യം A × B. എയും ബിയും കൂടെ മൾട്ടിപ്ലൈ ചെയ്യടാം. എ എന്താണ്? 2 3 1 -4. ഇതിനകത്ത് കുറേ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്ന പരിപാടിക്ക് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇൻറ്റു ബി. ബി എന്ന് പറയുമ്പോൾ 1 -2 -1 3. തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്തേടാ. എന്ത് വരും? 2 × 1 2 + -3 -4 + 9. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണേ, റോയിങ് കോളം ആണ് കേട്ടോ. 2 -3 -4 9. ഓക്കെ, അടുത്ത് ഈ റോ വെച്ച് ഇതിനെ രണ്ടിനെ മൾട്ടിപ്ലൈ. എ ബി മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ സിമ്പിൾ ആണ്. 1 × 1 1 + -4 × -1 4 1 × -2 -2 + -4 × 3 -12. സോ ഇത് ഉത്തരം ശരിയാണെന്ന് അറിയാൻ വേണ്ടി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും സെയിം കിട്ടും. അതുകൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. എക്സാം ഹോളിൽ നിന്ന് തിരിച്ചറിയാൻ പറ്റും നമ്മുടെ ഉത്തരം ശരിയാണോ അല്ലേ. അപ്പോൾ എന്ത് കിട്ടൂടാ? -1 9 4 കുറച്ചാൽ 5 5 -14. ഓക്കെ, എ ബി കിട്ടി. ഇനി എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അവിടെ കുറച്ച് പരിപാടികളുണ്ട്. എന്തൊക്കെയാണ്? ഡിറ്റർമിനന്റ്. എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താടാ? എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എന്താണ്? ഓർമ്മയുണ്ടോ? 1/determinant A × adj A. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ. ഓക്കെ, എ എന്ന് പറയുന്ന മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ 1/determinant A × adj A. അപ്പോൾ നമുക്കിവിടെ എ ബിയുടെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? എ ബിയുടെ ഇൻവേഴ്സ് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് എ ബിയുടെ ഡിറ്റർമിനന്റ് വേണം. അപ്പോൾ ആദ്യം എ ബിയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാം. എ ബിയുടെ ഇൻവേഴ്സ്. ഇപ്പൊ എ ബി ഇൻവേഴ്സ് ആണ് വേണ്ടത് നമുക്ക്. അത് വേണമെങ്കിൽ എങ്ങനെ വരും ഇക്വേഷൻ? 1/determinant AB × adj AB. സോ നമുക്ക് എ ബി കണ്ടുപിടിച്ചു. എ ബിയുടെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ 1/determinant AB. അപ്പൊ ഡിറ്റർമിനന്റ് എ ബി എന്ന് പറയുമ്പോൾ എ ബി ഡിറ്റർമിനന്റ് എടുത്തോ. എ ബി ഡിറ്റർമിനന്റ് എടുത്തോ. എന്ത് വരും? ഡിറ്റർമിനന്റ് എ ബി = -1 5 -1 5 5 -14 5 -14. ഇതിന് ഡിറ്റർമിനന്റ് എടുത്താൽ മതി അല്ലേടാ? തെറ്റിയിട്ടൊന്നും ഇല്ലല്ലോ. ഇല്ല. ഓക്കെ, എന്ത് വരുടാ? 14 × 1 14 -5 × 5 25. 25 14 കുറച്ചാൽ -11 വരും. ഡിറ്റർമിനന്റ് എ ബി എന്ന് പറയുമ്പോൾ -11. ഇനി അഡ്ജ് എ ബി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്കറിയാലേ, അഡ്ജ് കണ്ടുപിടിക്കാൻ ഞാൻ ട്രിക്ക് പറഞ്ഞു തന്നെ കണ്ടല്ലോ. അപ്പൊ അത് വെച്ച് നമുക്ക് ചെയ്യാം. കോഫാക്ടർ എ ബി കണ്ടുപിടിക്കണം. കോഫാക്ടർ എ ബി
കോഫാക്ടർ എ ബി, എ ബിയുടെ കോഫാക്ടർ സെഡ് തിരിച്ചിട്ടാൽ മതി അല്ലേ. അപ്പം എന്ത് വരും? -14 5 5 -1 -14 5 5 -1. സോ മെട്രിക്സ് ആണ്. എന്നിട്ട് എന്ത് ചെയ്യണം? ഇവനെ ഒന്നും ചെയ്യണ്ട, മറ്റവനെ മാറ്റുക. ഇവിടെ മൈനസ്, ഇവിടെ മൈനസ്, അപ്പോൾ മൊത്തം മൈനസ് ആയല്ലേ. ഇനി അഡ്ജ് എ, അഡ്ജ് എ അല്ല, അഡ്ജ് എ ബി. അഡ്ജ് എ ബി എന്ന് പറയുമ്പോൾ റോയിനെ പിടിച്ച് കോളവാക്കുക. -14 -5 -5 -1. സോ അഡ്ജ് എ ബി കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? 1 ഡിറ്റർമിനന്റ് എ ബി എന്തു അല്ലേ. അപ്പൊ നമുക്ക് എ ബി ഇൻവേഴ്സ് കണ്ടുപിടിച്ച് വെക്കാം. എ ബി ഇൻവേഴ്സ് ഈക്വൽ ടു 1 ഡിറ്റർമിനന്റ് എ ബി. അപ്പൊ 1 ഡിറ്റർമിനന്റ് എ ബി എന്ന് പറയുമ്പോൾ 1 -11 ഇൻറ്റു -14 -5 -5 -1. ഇത്രയും മതി. വേണമെങ്കിൽ ആ മൈനസ് കൊണ്ട് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എല്ലാം പോസിറ്റീവ് ആകും. ഇത്രയും വരെ എഴുതി വെച്ചാൽ മതി. ലെഫ്റ്റ് സൈഡ് കിട്ടിയില്ലേ. ഇതേപോലെ റൈറ്റ് സൈഡ് കണ്ടുപിടിക്കണം. ഇതേപോലെ റൈറ്റ് സൈഡ് നമുക്ക് ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും സെപ്പറേറ്റ് കണ്ടുപിടിച്ച ശേഷം മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ ഇത് തന്നെ കിട്ടുമോ നമുക്ക് നോക്കാം. അപ്പോൾ RHS കണ്ടുപിടിക്കാം. ആദ്യം ബി ഇൻവേഴ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ ഞാൻ എയും ബിയും ഒന്ന് എടുത്ത് എഴുതുവാണേ. എ എന്ന് പറയുന്നത് 2 3 1 -4. എ എന്ന് പറയുമ്പോൾ 2 3 1 -4, 2 3 1 -4. ബി എന്ന് പറയുമ്പോൾ 1 -2 -1 3. 1. നമുക്ക് ആദ്യം എയുടെ കണ്ടുപിടിച്ചിട്ട് ബാക്കി ചെയ്യാലടാ. എയുടെ എല്ലാം കണ്ടുപിടിക്കാം. ആദ്യം എയുടെ എല്ലാം കണ്ടുപിടിച്ചിട്ട് നമുക്ക് ബിയുടെ കണ്ടുപിടിക്കാം. അപ്പൊ ഇതിന്റെ ഓരോന്ന് കണ്ടുപിടിക്കാം അല്ലെ. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. എയുടെ ഡിറ്റർമിനന്റ് എന്ന് പറയുമ്പോൾ 2 ഇൻറ്റു -4 -8 -1 ഇൻറ്റു 3 3. അപ്പോൾ ഇത് -11 കിട്ടും. ഓക്കെ. ഇനി കോഫാക്ടർ എ ബി, കോഫാക്ടർ എ ബി അല്ല, കോഫാക്ടർ എ. സെഡ് തിരിച്ചിടുക. -4 1 3 2. എന്നിട്ട് നമ്മുടെ ഇവന്റെ സൈൻ അങ്ങ് മാറ്റുക. അപ്പോൾ അഡ്ജ് എന്ത് വരും? അഡ്ജ് എന്ന് പറയുമ്പോൾ -4 -1 -3 2. ഓക്കെ. അഡ്ജിയും കിട്ടി. അഡ്ജിയെ കിട്ടിയില്ലേ? യെസ്. ഇനി എ ഇൻവേഴ്സ്. എ ഇൻവേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇക്വേഷൻ അറിയാം. 1 ഡിറ്റർമിനന്റ് ഇൻറ്റു അഡ്ജി എ. അപ്പോൾ 1 ഡിറ്റർമിനന്റ് -11 ആണ്. അഡ്ജി എന്താണ്? -4 -3 -1 2. എ ഇൻവേഴ്സ് വരെ നിർത്തി. അവിടെ വരെ നിൽക്കട്ടെ. ഇനി ബിയുടെ ഇതേപോലെ കണ്ടുപിടിക്കാം. ബിയുടെ ഇച്ചിരി ഉണ്ടെന്നേ ഉള്ളൂ, പരിപാടി ഉണ്ടെന്നേ ഉള്ളൂ, പക്ഷേ പരിപാടി നന്നായിട്ട് ചെയ്തു പോകാൻ പറ്റും. ബി എന്ന് പറയുമ്പോൾ 1 -2 -1 3. 1 -2 -2 3 അല്ലേ. -1 3. സോ ബിയുടെയും ഇതേപോലെ തന്നെ എല്ലാം കണ്ടുപിടിക്കടാ. ബിയുടെയും ഇതേപോലെ തന്നെ കണ്ടുപിടിച്ചേ. അപ്പോൾ ഡിറ്റർമിനന്റ് ബി 1 ഇൻറ്റു 3 3 -2 ഇൻറ്റു -1. സോ അത് +2 ആവും. സോ 3 2 കുറച്ചാൽ 1. മക്കളെ ഇത് +2 എന്നാകും. ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഇറപ്പുണ്ട്, അതുകൊണ്ടാണ് മൈനസ് ഇട്ടത് കേട്ടോ. അപ്പോൾ 1 കിട്ടും. ഇനി അടുത്തത് അഡ്ജ് കണ്ടുപിടിക്കണമെങ്കിൽ കോഫാക്ടർ ബി. ബിയുടെ കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ 3 -1 -2 1 ഇട്ടു. ഡയഗണൽസിന്റെ സൈൻ മാറ്റണ്ട, ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഇതിന്റെ സൈൻ മാറ്റുക. അപ്പോൾ ഇത് പ്ലസും പ്ലസും ഇട്ട് കൊടുക്കുക, ഓപ്പോസിറ്റ് ആക്കി. അഡ്ജ് എന്ന് പറയാം, അഡ്ജ് ബി അല്ലേ. അഡ്ജ് ബി എന്ന് പറയുമ്പോൾ റോയിനെ കോളവാക്കി എഴുതാം. 3 1 2 1. ഓക്കെ, അഡ്ജ് ബി കഴിഞ്ഞു. അപ്പോൾ ബി ഇൻവേഴ്സ് ആണ്. ബി ഇൻവേഴ്സ് എന്ന് പറയുമ്പോൾ 1 ഡിറ്റർമിനന്റ് എ ഇൻറ്റു ഡിറ്റർമിനന്റ് എ അല്ലല്ലോടാ, 1 ഡിറ്റർമിനന്റ് ബി ഇൻറ്റു, ഇവിടെ ബി ആണ്, 1 ഡിറ്റർമിനന്റ് ബി ഇൻറ്റു അഡ്ജ് ബി. സോ 1 ഡിറ്റർമിനന്റ് ബി എന്ന് പറയുമ്പോൾ 1 തന്നെ. അഡ്ജ് ബി എന്ന് പറയുമ്പോൾ 3 2 1 1. 1/1 എന്ന് പറഞ്ഞാൽ 1 ആണ് അല്ലെ. 1 കൊണ്ട് എന്തിന് ഇൻഡ്യൂ ചെയ്താലും അവനെ തന്നെ കിട്ടും. സോ 3 2 1 1 കിട്ടും നമ്മുടെ ബി ഇൻവേഴ്സ്. കഴിഞ്ഞിട്ടില്ല, ഇനിയൊരു സ്റ്റെപ്പ് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിച്ചോളൂ മക്കളെ. ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റെപ്പ് കഴിയും. അപ്പോൾ ബി ഇൻവേഴ്സും എ ഇൻവേഴ്സും കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. ലാസ്റ്റ് സ്റ്റെപ്പാണ്. therefore ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ്. അപ്പോൾ ആദ്യം ബി ഇൻവേഴ്സ് എന്താണ്?
ബി ഇൻവേഴ്സ് 3 2 1 1 3 2 1 1 ഇൻറ്റു എ ഇൻവേഴ്സ് നമ്മളിവിടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. ഇതേ ഇവനെ അങ്ങ് എഴുതിയാൽ മതി. സെയിം സാധനം തന്നെ ഇങ്ങോട്ടേക്ക് എഴുതുക. മക്കളെ അടുത്ത സ്റ്റെപ്പിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ 1/-11 ഇപ്പുറത്തേക്ക് ഇടാം. ആദ്യം കിടക്കട്ടെ. എന്നിട്ട് ഇവന്മാരെ അങ്ങ് ചേർത്ത് എഴുതാം. കാരണം മൾട്ടിപ്ലിക്കേഷൻ അല്ലേ, ഏത് തമ്മിൽ ആദ്യം മൾട്ടിപ്ലൈ ആയാലും കുഴപ്പമില്ല. അപ്പൊ ഇത് 1/-11 അവിടെ കിടക്കട്ടെ. ഇവന്മാരെ തമ്മിൽ ഇൻഡ്യൂ ചെയ്തേ. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്, ശ്രദ്ധിച്ച് ചെയ്യാം. 3 × -4 -12 പ്ലസ് 2 × -1 -2 3 × -3 -9 പ്ലസ് 4 -4 പ്ലസ് -1 സോ -3 പ്ലസ് 2. ഓക്കെ, 1/-11 ഇൻറ്റു ആഡ് ചെയ്യടാ. -14 -5 -5 -1. ഇത് തന്നെയാണോ നമുക്ക് ലെഫ്റ്റ് സൈഡ് കിട്ടിയെന്ന് നോക്കി. എല്ലാം മൈനസ്, -14 -5 -5 -1. നോക്കട്ടെ. -14 -5 -5 -1. കണ്ടല്ലോടാ മക്കളെ, എ ബി ഹോൾ ഇൻവേഴ്സ് എന്ന് പറയുന്നതും നമുക്ക് ബി ഇൻവേഴ്സ് ഇൻറ്റു എ ഇൻവേഴ്സ് എന്ന് പറയുന്നതും സെയിം കിട്ടിയുണ്ടല്ലോ. കുറച്ച് പരിപാടി ഉണ്ടെങ്കിലും ആൻസർ കിട്ടിക്കഴിയുമ്പോൾ നമുക്കൊരു ആശ്വാസവും ഒരു സന്തോഷവും കിട്ടും. അത് ഫീൽ ചെയ്യണമെങ്കിൽ ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യണം മക്കളെ. പ്രാക്ടീസ് ഇതൊക്കെ ഇത്രയും വലിയ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്ത് പഠിക്കണം. Therefore LHS equal to RHS. Hence proved. ഫുൾ മാർക്ക് അവിടെ കിട്ടിയിരിക്കും. എന്ത് ഇൻട്രസ്റ്റിംഗ് ആയ ക്വസ്റ്റ്യൻ അല്ലേ. അപ്പൊ ഇത് ഇങ്ങനെ വേണം മക്കളെ ചെയ്ത് സെറ്റാക്കാൻ. കേട്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ്. ഇതില്ലാത്ത ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ ഇത്തവണത്തെ ഓൺ എക്സാമിന് കാണത്തില്ല. ഇതില്ലാത്തൊരു ക്വസ്റ്റ്യൻ പേപ്പർ. ഈ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ചിലപ്പോൾ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ആയിരിക്കും, അല്ലെങ്കിൽ ടേംസ് മാറും. എന്തായാലും ഉറപ്പാണ്, 100% ഉറപ്പാണ് മക്കളെ, ഇതുണ്ടായിരിക്കും. സോൾവ് ദ സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻ ബൈ മെട്രിക്സ് മെത്തേഡ്. ഇതാണ് സംഭവം. ഇതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്ന കാര്യത്തിൽ ഉറപ്പാണ് കേട്ടോ. അപ്പോൾ അത് പഠിക്കാതെ ഒരു മക്കളും പോകരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യേണ്ടത് നമുക്ക് നോക്കാം മക്കളെ. ആദ്യം ഇതൊരു 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും നിങ്ങൾക്ക് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എ പാർട്ട് നമുക്ക് ചെയ്യാം. ഇതിനെ എ എന്ന് പറയുന്ന മെട്രിക്സ് ആയിട്ട് എഴുതുക. ഒറ്റ ക്വസ്റ്റ്യൻ ഞാൻ നന്നായിട്ട് ചെയ്തു തരാം മക്കളെ, എൻ്റെ കൂടെ ചെയ്തോണം. അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് വർക്കൗട്ടായിട്ട് തരും, അത് ചെയ്ത് കമൻറ്റ് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ നന്നായിട്ട് എല്ലാ മക്കളും ശ്രദ്ധിച്ചിരുന്നോണം, ശ്രദ്ധിച്ച് ചെയ്തോണം. കണ്ടല്ലോ, ഇതേ മോഡൽ ക്വസ്റ്റ്യൻ ഒരെണ്ണം കൂടെ ഞാൻ തരും കേട്ടോ. ഓക്കെ ഓക്കെ, യെസ് മക്കളെ നോക്കിക്കോണേ. ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് എ എന്ന് പറയുന്ന മെട്രിക്സ് AX = B എന്ന ഫോമിൽ എഴുതണം. AX = B. എന്താണ് എ എന്ന് പറഞ്ഞാൽ മക്കളെ, ഇതിനകത്ത് ഈ ലെഫ്റ്റ് സൈഡ് കിടക്കുന്ന എക്സിന്റെയും വൈയുടെയും ഇസഡിന്റെയും കൂടെ കിടക്കുന്ന നമ്പേഴ്സ് ഇല്ലേ, അവന്മാരാണ് നമ്മുടെ എ എന്ന് പറയുന്ന മെട്രിക്സ്. അപ്പൊ നമുക്കിതേ മെട്രിക്സിനെ നമുക്ക് ആദ്യം എടുത്തെഴുതാം. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്തൊക്കെയാടാ? 3 -2 3. ആ നമ്പേഴ്സ് അതേപോലെ നോക്കി എഴുതാൻ അറിയാമല്ലോ നിങ്ങൾക്ക്. നോക്കി അങ്ങ് എഴുതിക്ക്, അപ്പുറത്തും ഇപ്പുറത്തും അല്ല, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കി എഴുതിക്ക്. അടുത്തത് എക്സിന്റെ കൂടെ ഇവിടെ 2, വൈയുടെ കൂടെ ഒന്നും ഇല്ലെന്ന് പറയല്ലേ, വൈയുടെ കൂടെ 1, സെഡിന്റെ കൂടെ 1. ഇവിടെ എക്സ് മാത്രമാണെങ്കിൽ അവന്റെ കൂടെ 1 ഉണ്ട്. -x ആണെങ്കിൽ അവന്റെ കൂടെ -1 ആണ്. അപ്പൊ എക്സ് മാത്രമാണെങ്കിൽ അവന്റെ കൂടെ 1, -x ആണെങ്കിൽ അവന്റെ കൂടെ -1 ഉണ്ടെന്ന് ഓർക്കുക. അപ്പോൾ ഇവിടെ 2 1 -1, 2 1 -1. അടുത്തവൻ 4 -3 2, 4 -3 2. സോ ഫസ്റ്റ് സ്റ്റെപ്പിനകത്തെ എ എന്ന് പറയുന്ന ആളെ കഴിഞ്ഞു. എക്സ് എന്ന് പറയുമ്പോൾ മക്കളെ ഇവിടുത്തെ വേരിയബിൾസ് ആണ്. അത് ഏതൊക്കെയാണ്? എക്സും വൈയും സെഡും ആണ്. അതിനെ ഇങ്ങനെ കോളമായിട്ട് എഴുതുക, XYZ. എയും എക്സും കിട്ടി. ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡിലെ ഈ കോളം മെട്രിക്സ് ആണ്, 8 1 4. ഫസ്റ്റ് ഇങ്ങനെ എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിക്കഴിയും. ഫസ്റ്റ് ഈ സ്റ്റെപ്പ് എല്ലാ മക്കളും എഴുതിക്കോണം. ഓൺ എക്സാമിന് 100% ഉറപ്പാണ് മക്കളെ, കണ്ടിരിക്കും.
ഓക്കെ, ഞാൻ സ്റ്റെപ്പ് ആയിട്ട് പറഞ്ഞുതരാം. ആദ്യം എ എക്സ് ഈക്വൽ ടു ബി, എയും എക്സും ബിയും എടുത്തെഴുതി. അതിങ്ങനെ എ ഈക്വൽ ടു ബി, എക്സ് ഈക്വൽ ടു ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് എടുത്തെഴുതിയാലും ഓക്കെ, മാർക്ക് കിട്ടിയിരിക്കും. നെക്സ്റ്റ് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ അറിയാമല്ലോ. എയുടെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക. ഇതാണ് അടുത്ത പരിപാടി. എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതിയ ഈ നമ്പേഴ്സ് ഇല്ലേടാ, അതിനെ ഡിറ്റർമിനന്റ് ആക്കി എഴുതുക. ഇതിന്റെ ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാലോ. എന്ത് വരും? 3 ഇൻറ്റു 3 ഉൾപ്പെടുന്ന റോയും കോളം കളയുക. ബാക്കി 1 ഇൻറ്റു 2 2 മൈനസ് 3യും മൈനസ് ഒന്നും കൂടെ ഇൻറ്റു ചെയ്താൽ +3 ആകും അല്ലേ? +3. അപ്പൊ 2 മൈനസ് +3 2 മൈനസ് 3 എന്ന് പറയുമ്പോൾ -1 കിട്ടും. സോ ഇത് -1. ഡിറ്റർമിനന്റ് എടുക്കാൻ അറിയാലോ മക്കളെ, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. മക്കളെ ഇവിടെ ആദ്യം മനസ്സിലാക്കേണ്ട, ആദ്യം പ്ലസ് ഇടുക, പിന്നെ മൈനസ്, പിന്നെ പ്ലസ്. ഓക്കെ, അപ്പോൾ +3 ആണ്. നെക്സ്റ്റ് മക്കളെ മൈനസ് ഇട്ടതിന് ശേഷം വേണം -2 ഇടാൻ. അപ്പോൾ മൈനസ് ഇട്ടു, മൈനസ് ഈ മൈനസ് ഇട്ടു, എന്നിട്ട് വേണം നമ്മുടെ ഈ ആളെ എഴുതാൻ. -2 അപ്പം -2ഉം -2ഉം. ഓക്കെ, ഇനി ഇവൻ ഉൾപ്പെടുന്ന റോയും കോളം കളഞ്ഞ് ബാക്കി ആരൊക്കെയുണ്ട്? 2 ഇൻറ്റു 2 4 മൈനസ് 4 ഇൻറ്റു -1 -4. സോ 4 + 4 വരും. എത്ര കിട്ടും? 8. 4 + 4 8. യെസ്, അതും കിട്ടി. അടുത്ത +3 ഇട്ട ശേഷം എഴുതാം നമുക്ക്. 3 ഉൾപ്പെടുന്ന റോയും കോളവും കളയുക. 2 ഇൻറ്റു -3 -6. മൈനസ് ഇട്ട ശേഷം അടുത്തവനെ തമ്മിൽ ഇൻറ്റു ചെയ്യുക. 4 ഇൻറ്റു 1 4 -6ഉം -4ഉം -10. സോ ഇത് -3 എന്ന് വരും. 3 ഇൻറ്റു -1 -3. ഇവിടെ +2 ആകും അല്ലേ? +2ഉം 8ഉം 16. ഇവിടെ 3ഉം -10ഉം -30. -30 3 കൂടെ കൂട്ടുമ്പോൾ -33 + 16, അതായത് -17 എന്ന് കിട്ടും നമ്മുടെ ആൻസർ. ഡിറ്റർമിനന്റ് കിട്ടി. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ഓൾറെഡി ആയിരുന്നു അല്ലേ? സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഡിറ്റർമിനന്റ് കണ്ടുപിടിച്ചു. ഓക്കെ ആണോ? സെറ്റ് ആണോ മക്കളെ? ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനടുത്ത സ്റ്റെപ്പ് കോഫാക്ടർ കണ്ടുപിടിക്കുക, ഇൻവേഴ്സ് കണ്ടുപിടിക്കുക, അഡ്ജിയ, ഇതെല്ലാം കണ്ടുപിടിക്കുക. നമ്മൾ പഠിച്ച എല്ലാ പരിപാടിയും ഇതിനകത്ത് ചെയ്യണം. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ അതാണ് ഇവിടെ ചെയ്യേണ്ടത്. കോഫാക്ടർ കണ്ടുപിടിക്കണമെങ്കിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. മക്കളെ, അടുത്ത കോഫാക്ടർ മെട്രിക്സ് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, നമ്മുടെ മെട്രിക്സിലെ എലമെന്റ്സ് ഇല്ലേടാ, ആ മെട്രിക്സിലെ എലമെന്റ്സിനെ പെറുക്കി എഴുതുക. 4 ആയിട്ട് എഴുതണം. എങ്ങനെയാണ്? 4 ആയിട്ട്. 1 2 3 4. ഒരേ മെട്രിക്സ് തന്നെ. നോക്കി, ആ മെട്രിക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഇല്ലടാ, അവനെ 4 ആയിട്ട് സ്ക്വയർ ആയിട്ട് ഞാൻ എഴുതി. കണ്ട, ഒരു സ്ക്വയർ ഷേപ്പിനകത്ത് 4 പാർട്ടായിട്ട് ഞാൻ എഴുതി. ട്രിക്കാണേ മക്കളെ. A11 M11 M12 അല്ലെങ്കിൽ C11 എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്ക് എഴുതാം. ചില സ്കൂളിൽ അതായിരിക്കും പഠിപ്പിച്ചത്, എങ്കിലും ഞാൻ ഇത് ട്രിക്ക് ഉപയോഗിച്ചാണ് പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ Z തിരിച്ചിരുന്ന പരിപാടി 3/3 നടക്കത്തില്ല. അതിനെ നമുക്ക് ഈ ഒരു ട്രിക്ക് ഉപയോഗിച്ച് ചെയ്യാം. അപ്പൊ ഇത് ഉപയോഗിച്ചാൽ മാർക്ക് തരുമോ? സ്കൂളിലെ ടീച്ചേഴ്സ് പേപ്പർ നോക്കുന്നതുകൊണ്ട് ഇത് പഠിപ്പിച്ചില്ലേ ചിലപ്പോൾ മാർക്ക് അവർ തരത്തില്ല. ഫൈനൽ എക്സാമിന് 101% നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. വഴി ഏതായാലും ആൻസർ ശരിയായാൽ മതി. അതാണ് മാത്സിന്റെ പൊതുവായിട്ടുള്ള തത്വം. സ്റ്റെപ്പ് ഏതായാലും ആൻസർ എത്തിച്ചാൽ മതി. യൂണിവേഴ്സൽ ആയിട്ട് മാത്സിന്റെ കാര്യം അതാണ്. എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് കോപ്പി അടിച്ചുള്ള വഴിയല്ല. ഏത് സ്റ്റെപ്പിലൂടെ ചെയ്താലും ആൻസറിലേക്ക് എത്തിയാൽ മതി. ഓക്കെ, മാർക്ക് നിങ്ങൾക്ക് തന്നിരിക്കും. അപ്പൊ നിങ്ങൾ 4 ആയിട്ട് ഇങ്ങനെ മെട്രിക്സിനെ എഴുതുക. എന്നിട്ട് ഈ ബോർഡറിലുള്ളവനെ അങ്ങ് വെട്ടിക്കളയുക. അവനെ നമുക്ക് ആവശ്യമില്ല. അകത്തുള്ളവനെ മാത്രം മതി. അവനെ തമ്മിൽ ഇൻഡ്യൂ ചെയ്ത് നമ്മൾ ഡിറ്റർമിനന്റ് എടുക്കണ പോലെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കോഫാക്ടർ മെട്രിക്സ് കിട്ടും. കോഫാക്ടർ മെട്രിക്സ് നമുക്ക് എഴുതാം. സിമ്പിൾ പരിപാടിയാണ്. 1 ഇൻറ്റു 2. ശ്രദ്ധിച്ചോണേ, ഇവന്മാരെ തമ്മി അങ്ങനെ ചെയ്ത് പോവാ. ശ്രദ്ധിച്ചോണേ, ശ്രദ്ധയാണ് വേണ്ടത്. 1 ഇൻറ്റു 2 എത്രടാ? 2 മൈനസ് -3 ഇൻറ്റു -1. മക്കളെ, ഇത് തെറ്റായിരിക്കാൻ വേണ്ടി കാൽക്കുലേറ്റർ വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം. കാൽക്കുലേറ്റർ എടുത്തിട്ട് ഞാൻ പറയുന്ന പോലെ 1 ഇൻറ്റു 2, അത് വേണേൽ ബ്രാക്കറ്റ് കിട്ടോ. 1 ഇൻറ്റു 2 മൈനസ് ഇട്ടോ, ബ്രാക്കറ്റ് ഇട്ടിട്ട് -3 ഇൻറ്റു -1 -3 ഇൻറ്റു -1. അപ്പൊ നിങ്ങൾക്ക് ഒരു ആൻസർ കിട്ടും കറക്റ്റ്. അതങ്ങ് എഴുതി വെച്ചാൽ മതി. ഫസ്റ്റത്തെ എലമെന്റ് ആകും. എന്ത് കിട്ടും ഇവിടെ? 2 - 3.
അതായത് -1 കിട്ടിയോ? -1 ആണ് നമ്മുടെ ഫസ്റ്റത്തെ ആള്. ഓക്കെ, മെട്രിക്സ് ആയിട്ടാണ് എഴുതുന്നത്. അടുത്ത് 4 × 1 -4, അങ്ങനെ തന്നെ എഴുതി പൊക്കോ. അടുത്ത ഇത് തമ്മിൽ 4 × 1 4 × -1 -4 -2 × 2 4. സോ -8, 2 × -3 -6, -4 × 1 4. സോ അത് -10. സിമ്പിളായിട്ട് എഴുതി പൊക്കോ. -3 × 3 -9 -2 × 2 -4. സോ ഇത് +4 ആകും. സോ അത് -5 കിട്ടും. 2 × 3 6 -3 × 4 12. 6 ന്ന് 12 കുറച്ചാൽ -6. 4 × -2 -8 -2. -3 × -3 -9 ആണ്. സോ ഇവിടെ +9 ആവും. 9 ന്ന് 8 കുറച്ചാൽ 1. -2 ഉം -1 കൂടി ഇൻറ്റു ചെയ്താൽ 2 കിട്ടും പ്ലസ് അല്ലേ. മൈനസ് ഇടുക. 1 × 3 3. ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കുന്ന പരിപാടി തന്നെ. 1 × 3 3. 2 ന്ന് 3 കുറച്ചാൽ -1. 3 ഉം 2 കൂടി ഇൻറ്റു ചെയ്താൽ 6. -2 -1 ഉം 3 കൂടി ഇൻറ്റു ചെയ്താൽ -3 കിട്ടും. സോ ഇത് +3 ആകും. 6 3 9. 3 × 1 3 -2 2 -2 കൂടെ ഇൻറ്റു ചെയ്താൽ -4 ആണ്. സോ ഇത് +4 ആയി. 4 3 7. മക്കളെ എവിടെയെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. ലാസ്റ്റ് ആകുമ്പോഴേ അറിയത്തുള്ളൂ. പേടിക്കണ്ട, മിസ്റ്റേക്ക് കൊണ്ട് ഞാൻ തിരുത്തിക്കോളാം. കാരണം മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴൊക്കെ ചിലപ്പോൾ ചെറിയ ഏതെങ്കിലും ഒരു നമ്പർ മാറിപ്പോകാം. ഇല്ലെങ്കിൽ നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ എനിക്ക് മനസ്സിലാവും. നമുക്ക് നോക്കാം. ഓക്കെ, കോ ഫാക്ടർ കണ്ടുപിടിച്ചല്ലോ മക്കളെ. അഡ്ജിയെ വേണം. അഡ്ജിയെ എങ്ങനെ കണ്ടുപിടിക്കാം? അഡ്ജിയെ = റോയിനെ പിടിച്ച് കോളമാക്കി എഴുതുക അല്ലെ. -1 -8 -10. ഫസ്റ്റത്തെ റോയിനെ പിടിച്ച് ഇങ്ങനെ എഴുതിയാൽ മതി. -5 -6 1 -5 -6 1. അടുത്ത -1 9 7. സോ ദിസ് ഈസ് അഡ്ജിയെ. അഡ്ജിയെ നല്ല കിഡിലിനായിട്ട് കിട്ടി മക്കളെ. നെക്സ്റ്റ് നമുക്ക് ചെയ്യാനുള്ളത് എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ്. 1/ഡിറ്റർമിനന്റ് എ ഇൻറ്റു അഡ്ജിയെ എന്നാണ് നമ്മുടെ എ ഇൻവേഴ്സിന്റെ ഇക്വേഷൻ. 1/ഡിറ്റർമിനന്റ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചു. 1/-17 അല്ലേടാ. ഡിറ്റർമിനന്റ് -17. അഡ്ജിയെ നമ്മളിവിടെ കണ്ടുപിടിച്ച് ഇവനെ തന്നെ അങ്ങ് നേരെ കോപ്പി ചെയ്താൽ മതി. നിങ്ങൾക്ക് കോപ്പി ചെയ്യാൻ പറ്റത്തില്ല, നിങ്ങൾ അതേപോലെ തന്നെ എടുത്തെഴുതിയേ പറ്റൂ. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. ഇത്രയും വരെ ഓക്കെ അല്ലേ? സ്റ്റെപ്പ് ആയിട്ട് ഡിറ്റർമിനന്റ് എ ആദ്യം നമ്മൾ AX = B എന്ന് എഴുതി. ഡിറ്റർമിനന്റ് എ കണ്ടുപിടിച്ചു. കോ ഫാക്ടറും അഡ്ജിയെയും കണ്ടുപിടിച്ചു. അത് രണ്ടും കണ്ടുപിടിച്ച് കഴിയുമ്പോഴത്തേക്ക് അതിന് എ ഇൻവേഴ്സ് എഴുതാം. ഇത്രയും വരെ സെറ്റ് അല്ലേ? ലാസ്റ്റ് ആൻഡ് ഫൈനൽ സ്റ്റെപ്പ് നമ്മൾ ആദ്യം തന്നെ എഴുതി വെച്ചൊരു സാധനമാണ്. എന്താടാ? AX = B. മെട്രിക്സ് ഇവിടുന്ന് പറിച്ചെടുത്ത് ഇപ്പുറത്തേക്ക് കൊണ്ടുപോകാന്ന് ഓർത്തോ. അപ്പൊ നമുക്ക് X = A ഇപ്പുറത്തേക്ക് വരുമ്പോൾ എ ഇൻവേഴ്സ് ആകുമെന്ന് ഓർത്താൽ മതി. എ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എ ഇൻവേഴ്സ് ആകുമെന്ന് ഓർത്താൽ മതി. ശരിക്കും അങ്ങനെയല്ല, രണ്ട് സൈഡിലും എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്ന പരിപാടിയാണ് കേട്ടോ മക്കളെ. ഇവിടെ ഒരു എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, ഇവിടെ ഒരു എ ഇൻവേഴ്സ് വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും. എ ഇൻവേഴ്സ് ഇൻറ്റു എ I ആകും. I × X അത് നോക്കേണ്ട കാര്യമില്ല. ഞാൻ പറയുന്ന ട്രിക്ക് ഓർത്തിരിക്കുക. എ ഇപ്പുറത്തേക്ക് വരുമ്പോൾ എ ഇൻവേഴ്സ്. അപ്പോൾ X = A ഇൻവേഴ്സ് B എന്നാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. X = A ഇൻവേഴ്സ് B. കണ്ടല്ലോ, ഇത് ഓർത്തിരുന്നാൽ മതി മക്കളെ, ഇത് ഓർത്തിരുന്നാൽ മതി. X = A ഇൻവേഴ്സ് B. ഓർത്തിരിക്കാമല്ലോ ഈ സ്റ്റെപ്പ്. യെസ്. ഇനി എല്ലാം പെറുക്കി എഴുതിക്കോ. എക്സ് എന്ന് പറയുന്നവനെ നമ്മൾ തുടക്കം എഴുതി വെച്ചിട്ടുണ്ട്. തുടക്കം എക്സ് എന്ന് പറയുന്നവൻ ആരാണ്? ദേ എക്സ്, XYZ. സോ എക്സ് എന്ന് പറയുമ്പോൾ XYZ ആണ്. എ ഇൻവേഴ്സ് നമുക്കറിയാം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ച സാധനമാണ് ദേ ഇത്. ഇതാണ് നമ്മുടെ എ ഇൻവേഴ്സ്. അവൻ അതേപോലെ തന്നെ എടുത്തെഴുതുക. ഇൻറ്റു ബി എന്ന് പറയുന്ന തുടക്കം നമ്മൾ എഴുതി വെച്ചിട്ടുള്ള സംഭവം ദേ B 8 1 4. അതിങ്ങോട്ട് പേസ്റ്റ് ചെയ്യ്, കോപ്പി. 8 1 4 ആണോ 14 ആണോടാ? 8 1 4. യെസ് മക്കളെ, ഇനി ചെയ്യേണ്ടത് 1/-17 അതേപോലെ ഇടുക. ഇവന്മാരെ തമ്മിൽ ഇങ്ങ് ഇൻറ്റു ചെയ്ത് ആഡ് ചെയ്യുക. മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ഓരോന്ന് ചെയ്യാം. ദേ -1 × 8 -8 പ്ലസ് -5 × 1 -5 പ്ലസ് -1 × 4 -4. എല്ലാം കൂടെ ആഡ് ചെയ്തേ. 8 5 13 4
17 -17 കിട്ടി. ഓക്കെ, അടുത്തവൻ ഇവന്മാരും തമ്മിൽ മെട്രിക്സ് മൾട്ടിപ്ലിക്കേഷൻ ആണ്. ഇൻറ്റു ചെയ്ത ശേഷം കൂട്ടണം. -8ഉം 8ഉം -64 പ്ലസ് -6ഉം 1ഉം -6 പ്ലസ് 9ഉം 4ഉം 36. അപ്പൊ 64 നിന്ന് 6 കുറച്ചാൽ -50 അല്ല -64 -70 -34 വരും അല്ലേ? -34. ഓക്കെ, അടുത്തത് -10ഉം 8ഉം -80 പ്ലസ് 1 × 1 1 പ്ലസ് 7 × 4 28. 80ഉം 29 51 വരും അല്ലേ? 80 നിന്ന് 29 കുറച്ചാൽ 10 5 51 -51 എന്ന് വരും നമ്മുടെ ആൻസർ. മക്കൾ ഇതിനെല്ലാത്തിനെയും ഈ 17 വെച്ചങ്ങ് ഡിവൈഡ് ചെയ്തേ നിങ്ങൾ. -17 ബൈ -17 അതാണ് നമ്മുടെ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുക. -17 ബൈ -17 എത്ര കിട്ടൂടാ? 1. സോ ഇതിന്റെ ഫൈനൽ ആൻസർ നോക്കിക്കോണം 1. അടുത്തത് -34ഉം -17ഉം തമ്മിൽ ഡിവൈഡ് ചെയ്യും. -34ഉം -17ഉം ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അടുത്ത -51ഉം -17ഉം -51ഉം -17ഉം 3. സോ 1 2 3 എന്ന് നമുക്ക് കിട്ടും. നമ്മുടെ ആൻസർ നമ്മൾ ലാസ്റ്റ് എഴുതി വെക്കുക. therefore x is equal to x എന്ന് പറയുന്നവൻ ആദ്യത്തവൻ, x എന്ന് പറയുന്നവൻ 1, y എന്ന് പറയുന്നവൻ 2, z എന്ന് പറയുന്നവൻ 3 എന്ന് എടുത്തെഴുതിക്കേ. x equal to 1, y equal to 2, z equal to 3. കണ്ടല്ലോ മക്കളെ, കറക്റ്റ് ആയിട്ട് കിട്ടിയുണ്ടല്ലോ. ഇനി ഈ ഉത്തരം കറക്റ്റ് ആണെന്ന് അറിയാൻ എന്ത് ചെയ്യണം? 1 2 3 അല്ലേ? ഏത് ഉത്തരം വേണമെങ്കിലും ഒരു തവണ എക്സാം വെച്ചപ്പോൾ ഫ്രാക്ഷൻ കിട്ടി കേട്ടോ. അപ്പോൾ കുട്ടികൾക്ക് സംശയം, ഫ്രാക്ഷൻ കിട്ടുന്നത് ശരിയാവും എൻ്റെ ഉത്തരം? അത് ഇത്രയും സ്റ്റെപ്പ് ചെയ്തിട്ട് ഇനി എവിടെ തെറ്റാന്ന് കണ്ടുപിടിക്കും? അപ്പോൾ അപ്പുറത്ത് ചോദിക്കുന്നു ഇപ്പുറത്ത് ചോദിക്കുന്നു, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഉത്തരം ശരിയാണോ എന്ന് അറിയാനായിട്ട് നിങ്ങളുടെ ക്വസ്റ്റ്യനിലേടാ അതിൻ്റെ അകത്ത് എക്സിനും വൈക്കും സെഡിനും പകരം ഇട്ട് കൊടുത്താൽ മതി. നമുക്ക് എക്സും വൈ സെഡ് എന്താ കിട്ടിയേ? 1, വൈ എന്ന് പറയുന്നത് 2, സെഡ് എന്ന് പറയുന്നത് 3 അല്ലേ? ഇൻറ്റു ചെയ്ത് നോക്ക്. 3 × 1 3, 3 മൈനസ് 2 × 2 4, 3 × 3 9. എത്ര വരൂടാ? 9ഉം 3ഉം 12 നിന്ന് -4 കുറച്ചാൽ 8. യെസ്, നമ്മുടെ ഉത്തരം ശരിയാണ്. വേണമെങ്കിൽ ഇവിടെ ഇട്ട് നോക്കാം. 2 × 1 2. അടുത്ത y 2 അല്ലേടാ? യെസ്, അപ്പോൾ പ്ലസ് 2. z 3 അല്ലേ? -3. അപ്പോൾ 2ഉം 2ഉം 4, 4 നിന്ന് 3 കുറച്ചാൽ 1. യെസ്, അതും കറക്റ്റാണ്. ഇവിടെ ഇതിൻ്റെ അകത്ത് കൂടി ഇട്ട് നോക്കാം. x1 y 2 z 3. 4 × 1 4 മൈനസ് 3 × 2 6, 3 × 2 6 പ്ലസ് 6ഉം -6ഉം കട്ട് ചെയ്ത് കളഞ്ഞാൽ 4. യെസ്, അപ്പോൾ എനിക്ക് കിട്ടിയ ഉത്തരം പക്ക കറക്റ്റ് ആണെന്ന് സന്തോഷത്തോടെ മനസ്സിലാക്കിയ ശേഷം എക്സാം ഹാളിൽ നിന്ന് നമുക്ക് പുറത്തിറങ്ങാൻ സാധിക്കും. ഈ ഫ്രാക്ഷൻ കിട്ടിയാലും ഇതിൻ്റെ അകത്ത് ഇട്ട് കൊടുത്ത് നോക്കുക, കറക്റ്റ് നിങ്ങൾക്ക് കിട്ടിക്കോളും. റൈറ്റ് സൈഡിലെ നമ്പേഴ്സ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ നമ്മുടെ ഉത്തരം ശരിയാണ്. ഓക്കെ അല്ലേ മക്കളെ? സ്റ്റെപ്പുകളെല്ലാം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഒരൊറ്റ ക്വസ്റ്റ്യൻ ചെയ്താൽ മതി, കിഡിലായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചോണം. ഓക്കെ, ഇനിയിപ്പോൾ തെറ്റുണ്ടെങ്കിൽ എനിക്കറിയാം, എവിടെയാണ് മിസ്റ്റേക്ക് എന്ന് കണ്ടുപിടിച്ചാൽ മതി. മക്കളെ, സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. ഞാൻ നിങ്ങൾക്കൊരു വർക്കൗട്ടായിട്ട് തരുന്നു, ഹോംവർക്കായിട്ട് തരുന്നു. ചെയ്തതിന് ശേഷം ഒന്ന് കമൻറ്റ് ചെയ്യണം മക്കളെ. എക്സ് ഇസ് ഈക്വൽ ടു, ഓ മക്കളെ ഇവിടെ ഒരു കാര്യം ഉണ്ടായിരുന്നു, കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എ പാർട്ട് ഇവിടെ കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ വിട്ടുപോയതാണേ. കൺസിസ്റ്റൻ്റ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. എടാ, ഡിറ്റർമിനൻ്റ് നോൺ സിംഗുലാർ ആണെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോണേ. ഡിറ്റർമിനൻ്റ് 0 ആണ് കിട്ടിയത്? അല്ല. ഡിറ്റർമിനൻ്റ് നമുക്ക് 0 കിട്ടിയ സിംഗുലാർ എന്ന് പറയാം. ഡിറ്റർമിനൻ്റ് 0 അല്ല കിട്ടിയത്, ഡിറ്റർമിനൻ്റ് നോട്ട് ഈക്വൽ ടു 0 അല്ല കിട്ടിയത്. therefore കൺസിസ്റ്റന്റ്. അപ്പൊ ഇത് വേണം എഴുതി വെക്കാം. therefore ഇറ്റ് ഈസ് നോൺ സിംഗുലാർ. ഇറ്റ് ഈസ് നോൺ സിംഗുലാർ അല്ലേ മക്കളെ? നോൺ സിംഗുലാർ ആണെങ്കിൽ therefore ഇറ്റ് ഈസ് കൺസിസ്റ്റന്റ്. 0 കിട്ടിയ കൺസിസ്റ്റന്റ് അല്ല, 0 അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആണ്. ജസ്റ്റ് വേണേ അതും കൂടെ ഓർത്ത് വെച്ചോ. സിംഗുലാർ ആണെങ്കിൽ ഇൻകൺസിസ്റ്റന്റ്. നോൺ സിംഗുലാർ ആണ്, അതായത് 0 അല്ല കിട്ടണമെങ്കിൽ, 0 അല്ല കിട്ടുന്നതെങ്കിൽ മുന്നോട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. 0 അല്ല കിട്ടുന്നതെങ്കിൽ നോൺ സിംഗുലാർ, നോൺ സിംഗുലാർ ആണെങ്കിൽ കൺസിസ്റ്റന്റ് ആയിരിക്കും. അത് വൺ വേർഡ് ആയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദ്യമാണ്, അത് ഓർത്തോണേ. അപ്പൊ ഇവിടെ ഈ ക്വസ്റ്റ്യൻ അതേപോലെ ചെയ്തോണേ. കൺസിസ്റ്റന്റ് ആണെന്ന് ചോദിച്ചിട്ടുണ്ട്, കണ്ടുപിടിക്കുക. അതിനുശേഷം നിങ്ങൾ എക്സ് ഇസ് ഈക്വൽ ടു എന്താണെന്നും വൈ ഇസ് ഈക്വൽ ടു എന്താണെന്നും സെഡ് ഇസ് ഈക്വൽ ടു എന്താണെന്നും ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ മക്കളെ. ഇത്രയും ക്വസ്റ്റ്യൻ ചെയ്ത് കഴിഞ്ഞാൽ മക്കളെ കിഡിലിനായിട്ട് ഡിറ്റർമിനൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ സെറ്റായി. ഏകദേശം 1.25 മണിക്കൂറുണ്ട്.
എത്ര പേര് ഫുൾ ക്ലാസ് കാണുമെന്ന് എനിക്ക് അറിയത്തില്ല. ഫുൾ ക്ലാസ് കണ്ടവരൊന്ന് കമൻറ്റ് ചെയ്യാം മക്കളെ. ഇതേപോലെ നെക്സ്റ്റ് ചാപ്റ്റർ വേണമെങ്കിൽ നിങ്ങളുടെ മാക്സിമം വ്യൂവിങ്ങും മാക്സിമം വ്യൂവേഴ്സ് ഇതിനുണ്ടാവണം. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മാക്സിമം ലൈക്ക് ചെയ്യുക മക്കളെങ്കിലും ബാക്കിയുള്ള കുട്ടികളിലേക്ക് ഇത് എത്തത്തുള്ളൂ. ഇതേപോലെ ബാക്കി ചാപ്റ്റേഴ്സ് നമുക്ക് എക്സാമിന് മുമ്പ് സെറ്റ് ആക്കണമെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് നമുക്ക് കാണാം. നന്നായിട്ട് പഠിക്കുക കേട്ടോ മക്കളെ. ഓക്കെ, ബൈ.